സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഇത് ഒരു പാഠഭേദമല്ല, എന്നാലൊരു പാഠഭേദത്തിൻ്റെ രണ്ടാം ഭാഗമാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ആഭരണ വിഷയത്തിൽ പ്രിയപ്പെട്ട പാസ്റ്റർ ഡാമിയൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു. അന്ന് തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വിശദമായിട്ട് പ്രിയ ഡാമിയൻ പാസ്റ്ററുടെ വീഡിയോ കണ്ട ശേഷം ഞാൻ നടത്താമെന്ന് പറഞ്ഞിരുന്നു. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ 37 മിനിറ്റുള്ള പാസ്റ്റർ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വേണമല്ലോ ഈ ഒരു പ്രതികരണം നടത്തുവാൻ. സമയമെടുത്തു. ഒറ്റ സ്ട്രെച്ചിന് ആ വീഡിയോ കാണാൻ പറ്റിയില്ല. പല സന്ദർഭങ്ങളിൽ അല്പാൽപ്പം ആ വീഡിയോ കേട്ട് തീർത്തു. ഇനിയും അങ്ങനെയാണെങ്കിൽ പ്രതികരിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ താഴെ ധാരാളം ആളുകൾ വന്ന് കമൻ്റ് ഇട്ടിരുന്നു. കമൻറ്റുകൾക്കെല്ലാം നന്ദി പറയുകയാണ്. പല കമൻറ്റുകളും വളരെ അസഹിഷ്ണുതയുള്ള കമൻറ്റുകളായിരുന്നു. ഡാമിയൻ പാസ്റ്റർ ഭാഷ കടമെടുത്താൽ ഞങ്ങൾക്കിത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, എടാ വാടാ ഓടാ എന്നുള്ള വിളികളൊക്കെ ആ കമൻറ്റുകളിൽ വരുമ്പോൾ ഒരു ആശയം മുൻപിലേക്ക് വെക്കുന്നതിൻ്റെ പേരിലാണല്ലോ അത്തരം വിളികൾ എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്താണെങ്കിലും ആഭരണം ഇടുന്നവർക്കും ഊരിക്കുന്നവർക്കും ഒരു സഹിഷ്ണുതയുമില്ലെന്നുള്ളത് കമൻറ്റുകൾ കാണുമ്പോൾ നമുക്കറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ചില മറുപടികൾ പറയുകയാണ് ആദ്യമായി ചെയ്യുന്നത്. കാരണം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വിഷയത്തെക്കുറിച്ച് പൊതുവിലുള്ള ആളുകളുടെ ധാരണ എന്താണ്, ചോദ്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ആദ്യമായിട്ട് ഉത്തരം കൊടുക്കുക. പിന്നീട് ആഭരണ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ചില കൺവിക്ഷൻസ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക. ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഡാമിയൻ പാസ്റ്ററുടെ ആ പോഡ്കാസ്റ്റാണ് ഇതിനൊരു മുഖാന്തരമായി തീർന്നതെങ്കിലും ഞാൻ ഡാമിയൻ പാസ്റ്ററുടെ പോഡ്കാസ്റ്റിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് എനിക്ക് എന്താണ് ആഭരണധാരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്, സത്യം എന്താണെന്ന് പ്രേക്ഷകരുമായിട്ട് തുറന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി. കാരണം അങ്ങനെയല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് പൂർണ്ണമായി കേൾക്കാതെ ടൈറ്റിൽ കണ്ടിട്ട് ആളുകൾ വിമർശിക്കുവാനും പഴിചാരുവാനും തുടങ്ങും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ആശയോടുകൂടെ എന്താണ് എൻ്റെ ആഭരണത്തെക്കുറിച്ചുള്ള നിലപാടെന്ന് ആദ്യമേ പറഞ്ഞു തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, പഴയതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന പാരമ്പര്യ പെന്തക്കോസ്തുകാരനാണ് ഞാൻ എന്ന് ഒരു വിധത്തിൽ അവർ ധരിച്ചിരിക്കുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ധാരണ അവർക്ക് കിട്ടിയതെന്നുള്ളത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആഭരണം ധരിക്കാമോ ധരിക്കത്തില്ലയോ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞാൻ നടത്തിയിരുന്നില്ല. മറിച്ച് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരിക്കലും അവസാനിക്കാത്തതാണ്. ആഭരണം ധരിക്കാമെന്ന് പഠിപ്പിക്കുന്നവർ അങ്ങനെയും ധരിക്കരുത് എന്ന് പഠിപ്പിക്കുന്നവർ മറുവിധത്തിലും അന്തമില്ലാത്ത ചർച്ചകൾ. വേദപുസ്തകത്തിലെ ഒരു പ്രയോഗം പറഞ്ഞാൽ അന്തമില്ലാത്ത വംശാവലികൾ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ തീരാത്ത ചർച്ചകൾ നടത്തുവാൻ സ്കോപ്പുള്ള ഒരു വിഷയമാണെന്ന് മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. വേഗത്തിൽ ചെയ്ത വീഡിയോ, ഒരു ക്ലിപ്പ് മാത്രം കണ്ട് ചെയ്ത വീഡിയോ. രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു, പൂർണ്ണമായി വീഡിയോ കാണാതെ എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയ്ക്ക് പ്രതികരിച്ചത്? അതെൻ്റെ കുറ്റമല്ല. കാരണം ഈ പറഞ്ഞ ഡാമിയൻ പാസ്റ്ററുടെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒഫീഷ്യൽ ചാനലിൽ നിന്നാണ് ഞാൻ ആ ക്ലിപ്പ് കണ്ടത്. അവരിട്ട ആ ക്ലിപ്പ് ഞാൻ പൂർണ്ണമായി കണ്ടു. അതായത് നമ്മളൊരു വലിയ വീഡിയോയുടെ കുറേ ഭാഗം ഒരു ഷോർട്സ് ക്ലിപ്പായിട്ട് ഇടുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പറയാനുള്ളത്, നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളത്, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ളത്
ആ വീഡിയോയിൽ നിന്ന് എടുത്തിട്ടു. അപ്പോൾ ബാക്കി വീഡിയോയിൽ എന്നാണ് പറയുന്നത് എന്ന് കാണുന്നതിലും പ്രസക്തമായ കാര്യം ഒരു ക്ലിപ്പിലൂടെ എന്ത് ഐഡിയോളജിയാണ് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ക്ലിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഒരു പ്രതികരണം നടത്തി വിശദമായിട്ട് അതിൻ്റെ സോഴ്സ് ആയിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരു പ്രതികരണം നടത്താം എന്ന് ഞാൻ പറഞ്ഞു. ആ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. മുഴുവൻ വീഡിയോ കണ്ട ശേഷം അപ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ടാകും. മുഴുവൻ വീഡിയോ കണ്ടപ്പോൾ ഡാമിയൻ പാസ്റ്റർ ചെയ്ത വീഡിയോയെക്കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായം എന്താണ്? 2-3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. എനിക്ക് ചില പുതിയ അറിവുകൾ കിട്ടി. എൻ്റെ ചില തെറ്റിദ്ധാരണകൾ മാറി പുതിയ ചില ധാരണകൾ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കറിയാം ചിലർ കൈയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഫിന്നി പാസ്റ്ററുടെ തെറ്റിദ്ധാരണകൾ മാറിയിരിക്കുന്നു. മാറിയത് എൻ്റെ തെറ്റിദ്ധാരണ, ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ വീഡിയോ കാണാതാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഡാമിയൻ പാസ്റ്ററെക്കുറിച്ചും ഷമാ സിസ്റ്ററെക്കുറിച്ചും ഇന്ന് വരെ ചിന്തിച്ചിരുന്ന ഒരു ധാരണ തെറ്റായിരുന്നു. ആ ധാരണയോട് കൂടിയായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നൊരു അപകടമുണ്ടാകുമായിരുന്നു. എന്തായിരുന്ന ധാരണ എന്നറിയാമോ? എൻ്റെ ചിന്ത ഡാമിയൻ പാസ്റ്ററും ഷമാ സിസ്റ്ററുമൊക്കെ കാത്തലിക് ചർച്ചിൽ നിന്ന് പെന്റിക്കോസ്റ്റൽ അല്ലെങ്കിൽ നൂജൻ വിശ്വാസത്തിലേക്ക് വന്ന് അന്നു മുതൽ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ജീവിച്ചവരാണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളെപ്പോലൊക്കെ തന്നെ ഓർണമെൻറ്റ്സ് ഇടാത്ത 2 വ്യക്തികൾ ദീർഘവർഷങ്ങൾ അങ്ങനെ ജീവിച്ചവർ അവരാണ് പിന്നീട് ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതവരുടെ വ്യക്തിപരമായ തീരുമാനമായതുകൊണ്ട് അവർ ആ വിഷയത്തിൽ നിന്നാലും അവർ വീണാലും അത് അവരെ വിളിച്ച യജമാനനുള്ളതായതുകൊണ്ട് ഞാൻ അതിൽ കമൻ്റ് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു തെറ്റിദ്ധാരണ മാറി. എനിക്കിപ്പോൾ മനസ്സിലായി അവർ ആഭരണം വർഷങ്ങൾ ഉപയോഗിക്കാതിരുന്ന ശേഷം ഇപ്പോൾ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് അവർക്കുള്ള മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില തീരുമാനങ്ങളുടെ പേരിൽ ഇട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണങ്ങളൊക്കെ ഡാമിയൻ പാസ്റ്റർ പറയുന്നുണ്ട്. അതായത് പൗലോസിനെ പോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജാതികളെ നേടേണ്ടതിന് ജാതികളെ പോലെയായി, യഹൂദനെ നേടേണ്ടതിന് യഹൂദനെ പോലെയായി എന്ന വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് എനിക്ക് കാണുവാനിടയായി തീർന്നു. ഞാൻ അതിൽ അവരുടെ ഭാഗം, അവരുടെ ആ ഒരു ന്യായത്തെ ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുകയാണ്. പക്ഷേ പൗലോസിനെ മറക്കരുത്. ഈ വീഡിയോയിൽ ഞാൻ പൗലോസിനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസിനെ മനസ്സിൽ നിന്ന് വിട്ടുകളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന പ്രധാനപ്പെട്ട കമൻറ്റുകളിൽ ചില കമൻറ്റുകൾക്ക് ഉത്തരം പറയണം. അതിലൊരു പ്രധാനപ്പെട്ട കമൻറ്റ് സ്വർണമിട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ലേ എന്നുള്ളതായിരുന്നു. ആ ചോദ്യത്തിൻ്റെ അനുബന്ധ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറേ മലയാളികൾ, കേരളക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളല്ലോ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ. സത്യത്തിൽ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഈ ആളുകൾക്ക് ഈ ധാരണ കിട്ടിയതെന്ന് എനിക്കറിയില്ല. സ്വർണമിട്ടവർ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും സഭകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കമൻറ്റുകളിൽ വന്ന ചിലതാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊന്നും അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ടായിരിക്കാം ഈ സ്വർണമിട്ടവർ സ്വർഗത്തിൽ പോകത്തില്ല എന്നൊന്നും ആരും പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ കേരളത്തിലെ പെന്റിക്കോസ്റ്റൽ സഭകൾ, പ്രത്യേകിച്ചും ക്ലാസിക്കൽ പെന്റിക്കോസ്തുകാർ സ്വർണം ഉപയോഗിക്കുന്നതിനെ എതിർത്ത് പഠിപ്പിക്കുന്നവരാണ്. സ്ട്രിക്റ്റായിട്ട് ആ ഡോക്ട്രിൻ പഠിപ്പിക്കുന്ന സഭകൾ ഇന്നുമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഞാൻ ഒരു ക്ലാസിക്കൽ പെന്റിക്കോസ്റ്റൽ വിശ്വാസിയാണ്. പക്ഷേ ഒരു പാരമ്പര്യ ചിന്താഗതിക്കാരനുമല്ല എന്ന് പറഞ്ഞാൽ ഇനിയും കുറേ കഴിയുമ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ സ്വർണമിട്ടാൽ സ്വർഗത്തിൽ പോകുമോ എന്ന ചോദ്യം ചോദിക്കുന്നവർക്ക് ആദ്യം ഉത്തരം കൊടുക്കുക.
അപ്പോൾ ആ ഉത്തരം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോയിൽ ഞാൻ പ്രസക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ സ്വർണ്ണമിട്ടവരും ഇടാത്തവരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാന 1-2 അപകടങ്ങൾ. അതായത് ഈ 2 കൂട്ടരും ചെയ്യുന്നത് വേദപുസ്തകത്തിൽ അവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ ഏതെങ്കിലും വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഡാമിയൻ പാസ്റ്ററാണല്ലോ നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനൊരു വീഡിയോ ചെയ്യിക്കാൻ കാരണമായി തീർന്നത്. ഡാമിയൻ പാസ്റ്ററുടെ ആ വീഡിയോ തന്നെ ഉദാഹരണമായി എടുക്കാം. അദ്ദേഹം സ്വർണത്തെ എതിർക്കുന്നവർ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ എല്ലാം എടുത്തിട്ട് ഈ വാക്യങ്ങളെല്ലാം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്ന് വാദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. അതായത് നമുക്കേത് വാക്യം വേണ്ടത് ആ വാക്യം മാത്രം നമ്മൾ പിക്ക് ചെയ്യുന്നു. ഇത് ഈ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ തിയോളജിക്കൽ ഭാഷയിൽ ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് വിളിക്കുന്നൊരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേര് സെലക്റ്റീവ് റീഡിംഗ് എന്നാണ്. സെലക്റ്റീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ നമുക്കെന്താ വേണ്ടത് അത് മാത്രം പിക്ക് ചെയ്യും. ഇതിന് ചെറി പിക്കിംഗ് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. സെലക്റ്റീവ് റീഡിംഗ് അല്ലെങ്കിൽ ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ പിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ടാത്തത്, നമ്മുടെ ഒരു പ്രീ കൺസെപ്റ്റ് ഉണ്ട്, അതുമായിട്ട് നിരക്കാത്ത വാക്യങ്ങളെയെല്ലാം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ 2 കൂട്ടരും ഇതാണ് ചെയ്യുന്നത്. ആഭരണം ഇടണമെന്ന് വാദിക്കുന്നവരും ഇടണ്ട എന്ന് വാദിക്കുന്നവരും വേദപുസ്തകത്തെ ഒരു സെലക്റ്റീവ് റീഡിങ്ങിലൂടെയാണ് കാണുന്നത് എന്ന അപകടമുണ്ട്. ഈ കാര്യത്തിൽ ഈ 2 കൂട്ടരും കുറ്റക്കാരാണെന്ന് ആദ്യമേ ഞാൻ പറയുകയാണ്. സ്വർഗത്തിൽ പോകാൻ സ്വർണം ഇടുന്നത് പ്രശ്നമാകുമെന്ന ചോദ്യം, അവിടേക്ക് ഞാൻ വരാം. പക്ഷേ ഈ കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സെലക്റ്റീവ് റീഡിങ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ വേദപുസ്തകത്തോട്, വേദപുസ്തകം എഴുതപ്പെട്ട ദൈവിക നിശ്വാസ്യതയോട്, ദൈവനിശ്വാസ്യതയോട് നിങ്ങൾ കൂറില്ലാത്തവരാണ്, നിങ്ങൾ അപരാധം കാട്ടുന്നവരാണ്. കാരണം വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരിക്കലും സെലക്റ്റീവ് റീഡിംഗ് നടത്തരുത്. അല്ല എങ്കിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ എനിക്ക് താല്പര്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യരുത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിലെ വീട്ടിൽ പണ്ട് കാലത്താണ് കേട്ടോ, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരും രാവിലെ. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ചില അപ്പച്ചന്മാർ, നല്ല പ്രായമുള്ള അപ്പച്ചന്മാരാണ്, ആ ഒരു പത്രം വായിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പോർച്ചെന്ന് പറയാം, പോർച്ചിൽ ഉള്ള ഒരു സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഈ അപ്പച്ചന്മാർ പത്രം വായിക്കും. അപ്പോൾ അത് കൂട്ടത്തിൽ ഒരപ്പച്ചൻ, അദ്ദേഹം പത്രം വായിക്കുന്ന കൂട്ടത്തിൽ അല്പം ഉറച്ചാണ് വായിക്കുന്നത് കേട്ടോ. ഇന്നത്തെ പോലെ മനസ്സിലൊന്നും വായിക്കുന്നൊരു ആളുകളല്ല, പഴയ ആളുകളല്ലേ. പത്രം വായിക്കുന്നത് അടുത്തിരിക്കുന്ന ആൾക്കും കേൾക്കണം, വായിച്ചു കൊടുക്കുക എന്ന് പറയാം. അപ്പച്ചൻ ഇങ്ങനെ ടൈറ്റിൽ മാത്രം വായിക്കും. തിരുവല്ലായിൽ ബസ് മറിഞ്ഞു എന്നിട്ട് പറയും അത് പോട്ടെ, എന്നിട്ട് അടുത്ത ടൈറ്റിൽ വായിക്കും. പത്തനംതിട്ടയിൽ പുതിയ ബാങ്ക് ഓപ്പൺ ചെയ്തു, അതും പോട്ടെ എന്ന് പറഞ്ഞാൽ അപ്പച്ചന് ഈ പറഞ്ഞ വാർത്തകളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് പോട്ടെ, അതും പോട്ടെ എന്ന് മനോരമ പത്രം വായിച്ചു വിടുന്ന ലാഘവത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ സമീപിക്കരുതെന്ന് ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ ആസാദിയുടെ പ്രേക്ഷകരോട് ഞാൻ തൊഴുകൈകളോടുകൂടെ വിനയനിതനായി അങ്ങ് പറയുകയാണ്. കാരണം വേദപുസ്തകം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. നമുക്കിഷ്ടം പോലെ വ്യാഖ്യാനിച്ച് വഷളാക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ വേദപുസ്തകം നാം വായിക്കുകയും അതിലെ വാക്യങ്ങൾ നമ്മുടേതാക്കി മാറ്റുകയും അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നമ്മുടെ തിയോളജിക്കോ നമ്മുടെ ആശയങ്ങൾക്കോ എതിരാണെങ്കിൽ പോലും അത് കൈക്കൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്, സെലക്റ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത് അപകടകരമാണ്. അതോടൊപ്പം ചേർന്ന് പറയേണ്ട ഒരു കാര്യമാണ് പ്രീ സപ്പോസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ ഓക്യുപ്പൈഡ് മൈൻഡോടുകൂടെ വായിക്കുക. അതായത് എനിക്ക് സ്ഥാപിക്കുവാൻ ആഗ്രഹമുള്ളത് ആഭരണം ഉപേക്ഷിക്കുന്നത് ശരിയാണ് എന്നതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ പ്രീ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള,
ഞാൻ പ്രീ സപ്പോസ് ചെയ്തിരിക്കുന്ന ആ ഡോക്ട്രിൻ മാത്രം മനസ്സിൽ വെച്ചതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനകത്ത് വലിയ ഒരു അപകടമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹം വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്ന് അറിയുകയല്ല, മറിച്ച് നമ്മൾ എന്ത് ചിന്തിച്ചിരിക്കുന്നു അത് ശരിയാണെന്നുള്ളത് തെളിയിക്കുകയാണ്. അപ്പോൾ ഈ അപകടങ്ങൾ ഈ ചർച്ചയിൽ, നമ്മുടെ ഈ ഒരു ആഭരണ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് അപകടമുണ്ടാക്കാൻ ഇടയായിത്തീരരുത്. നിങ്ങൾ പ്രീ ഓക്യുപ്പൈഡ് ആകരുത്. പരിശുദ്ധാത്മാവിന് ഓപ്പൺ ആയിരിക്കണം. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ആർ യു ഓപ്പൺ ടു ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മനസ്സ് തുറന്നതാണോ? ഞാൻ ഒത്തിരി പഠിച്ച് അറിയുന്നതിൽ അപ്പുറമായിട്ട്, വർഷങ്ങളെടുത്ത് ചരിത്രവും പിന്നെ കോണ്ടസ്റ്റും ഒക്കെ പഠിച്ച് അറിയുന്നതിൽ അപ്പുറമായിട്ട് ഒരു നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവിന് എന്നെ സത്വഴി, സത്യവഴി കാണിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് സ്നേഹത്തോടു കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, ബി ഓപ്പൺ ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഒരു കഥയല്ല, പരിശുദ്ധാത്മാവ് ഒരു കാൽപ്പനിക സങ്കല്പമല്ല. പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മോട് സംവാദിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, തത്വത്തിൽ മൂന്നാമനാകുന്ന ജീവനുള്ള ദൈവമാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിട്ട് ചോദിച്ചിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമാകുന്ന എല്ലാ ചുവടുകളും എല്ലാ തീരുമാനങ്ങളും എടുക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ ചിരി വരും. ഇന്ന് മീറ്റിങ്ങിന് പോകുമ്പോൾ ഏത് ഷർട്ട് ഇടണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും. അതെന്തിനാ? എൻ്റെ അലമാരിയിലിരിക്കുന്ന ഒരു ഷർട്ടങ്ങ് എടുത്താൽ പോരെ? അല്ല, കാരണം ഞാൻ ദൈവത്തിൻ്റെ സ്വത്താണെന്നും ശുശ്രൂഷകൻ എന്ന നിലയിൽ അവിടെ കർത്താവിൻ്റെ പ്രതിനിധിയായി ഞാൻ നിൽക്കുന്നുവെന്നും, അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ എങ്ങനെ ജനത്തിൻ്റെ നടുവിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആ പർട്ടിക്കുലർ മീറ്റിങ്ങിൽ സ്വർഗം ആഗ്രഹിക്കുന്നു എന്നും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, അപ്പാ ഇന്ന് ഏത് ഷർട്ടാണ് ഇടേണ്ടത്? അങ്ങനെ ചോദിച്ചാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടുകളും ഞാൻ വെക്കുന്നത്. വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാൻ കഴിയും. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും ഈ വീഡിയോയെക്കുറിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചു. വളരെ രസകരമായ അനുഭവങ്ങൾ എനിക്കുണ്ടായി. ദൈവഹിതമെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ആ അനുഭവത്തിൽ 1-2 ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. മടങ്ങി വരട്ടെ. അപ്പോൾ ചെറി പിക്കിങ്ങിനെ കുറിച്ചും അല്ല എങ്കിൽ പ്രീ സപ്പോസിഷനോടുകൂടെ വചനത്തെ നേരിടുന്നതിനെ, അപ്രോച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ് മീൻസ് നിങ്ങൾ വചനത്തെ സമീപിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബി ഓപ്പൺ ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അകത്തെ കണ്ണുകളെ തുറന്ന് സ്വർഗം എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് പ്രാപിപ്പാൻ ദൈവം എൻ്റെ പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹങ്ങൾ പകരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞാൻ സ്ഥിരമായി പ്രാർത്ഥിച്ച ഒരു സെൻറ്റൻസ്, കർത്താവേ നിൻ്റെ ഹിതപ്രകാരമുള്ള ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ മാത്രം പറവാൻ എനിക്ക് കൃപ തരണം. കാരണം ഞാൻ ഒരുപക്ഷേ ആസാദിയുടെ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയത് യേശുവിനെക്കുറിച്ചല്ല, രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാൻ എളുപ്പമാണ് കേട്ടോ, കവലകളിൽ നിന്ന് എന്തും വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷേ ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ കഴിഞ്ഞ 32 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പരസ്യയോഗമായിരുന്നു എൻ്റെ ആദ്യ ശുശ്രൂഷകൾ. എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രസംഗിക്കുന്നത് പോലെ എളുപ്പമല്ല ദൈവവചനം പറയാൻ. കാരണം ഞാൻ ഭയപ്പെടുന്നു. ഐ ആം ഡീലിംഗ് വിത്ത് ഡിവൈൻ തിങ്സ്. ഞാൻ പറയുന്നത് ദൈവികമായ കാര്യങ്ങളാണ്. വളരെ കെയർഫുൾ ആയിരിക്കണം. ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇനിയും ഈ വീഡിയോയിൽ അടുത്ത സെൻറ്റൻസുകൾ ഞാൻ പറയാൻ പോകുന്നത്. സ്വർഗത്തിൽ പോകാൻ സ്വർണം ഉപേക്ഷിക്കണമോ? എനിക്ക് ചോദ്യം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നത് എന്താണെന്ന് അങ്ങ് തുറന്നു പറയുക. ഈ ബോട്ടം ലൈൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്. എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. ബോട്ടം ലൈൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അതായത് ഈ ചിലർ വന്ന് നമ്മളോട് ചോദിക്കും, പാസ്റ്ററേ TV കണ്ടാൽ സ്വർഗത്തിൽ പോകുമോ, സിനിമ കണ്ടാൽ സ്വർഗത്തിൽ പോകുമോ, ഇപ്പം ചോദിച്ചതുപോലെ സ്വർണ്ണമിട്ടാൽ സ്വർഗത്തിൽ പോകുമോ? ഇവർക്കൊക്കെ അറിയേണ്ടത് സ്വർഗത്തിൽ പോകേണ്ടതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനാണ്. സ്വർഗത്തിൽ പോകേണ്ടതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഇവർക്കറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസറോ മാത്യു പാസ്റ്റർ പണ്ടൊക്കെ പ്രസംഗിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ ചൂടും വേണം അവിടുത്തെ നിപ്പും വേണം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവുകയും വേണം, ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം അടിച്ച് പൊളിച്ച് ജീവിക്കണം. സ്വർഗം നഷ്ടപ്പെടരുത്, പക്ഷേ ഭൂമിയിലുള്ളതും കളയാൻ മനസ്സില്ല. ഇത്തരക്കാരാണ് ഈ വന്ന് ചോദിക്കുന്നത്, സ്വർഗത്തിൽ പോകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? അതിൻ്റെ അർത്ഥം അവർക്ക് സ്വർഗത്തിൽ കയറണം, പക്ഷേ ഇവിടുത്തെ പലതും വിടാൻ അവർക്ക് മനസ്സില്ല. ബോട്ടം ലൈൻ ക്രിസ്ത്യാനിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണം. ഈ പോവർട്ടി ലൈൻ എന്ന് കേട്ടിട്ടില്ലേ? ദാരിദ്ര്യരേഖ, ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ BPL, ബിലോ പോവർട്ടി ലൈൻ, അതിൻ്റെ താഴെയും APL, അതിൻ്റെ മേളിലുള്ള ആളുകളുമുണ്ട്. പണ്ട് ഒരു വിദ്വാൻ പത്രക്കാരനാണെന്ന് തോന്നുന്നു, ഒരു മന്ത്രിയോട് ചോദിച്ചു, നമ്മുടെ ഈ BPLയിലുള്ള ആളുകളെയൊക്കെ APLയിലാക്കാൻ എന്ത് ചെയ്യണം? അല്ലേ, നമ്മുടെ ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകളെ മേളോട്ടൊന്ന് കയറ്റാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞ ന്യായമാണ്, നമുക്ക് ഈ പോവർട്ടി ലൈൻ അത് കുറച്ചുകൂടെ താഴോട്ട് ഇറക്കി വെക്കാം. എന്ന് പറഞ്ഞാൽ പോവർട്ടി ലൈൻ ഒന്ന് താഴോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ പേരങ്ങ് മേളിൽ കയറുന്നു. ദാരിദ്ര്യം മാറിയോ? ദാരിദ്ര്യം മാറിയില്ല, പക്ഷേ പേര് APL എന്നായി മാറി. ഇതുപോലെയാണ് ഈ സ്വർഗത്തിൽ പോകാനുള്ള ബോട്ടം ലൈൻ അന്വേഷിക്കുന്നവർ. അവർക്കറിയേണ്ടത് സ്വർഗത്തിൽ കയറാൻ മിനിമം യോഗ്യത എന്താണ്. അപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ പാസ്റ്റർമാരെല്ലാം കൂടി ഈ ബോട്ടം ലൈൻ താഴോട്ട് വലിച്ചു താത്തോണ്ടിരിക്കുക. കാരണം നമുക്ക് കൂടുതൽ പേരെ സ്വർഗത്തിൽ കയറ്റണമല്ലോ. അപ്പോൾ സ്വർഗത്തിൽ കൂടുതൽ പേരെ കയറ്റണമെങ്കിൽ എന്തായാലും ഇവരെ കൊണ്ടൊന്നും ആ സ്റ്റാൻഡേർഡിൽ എത്താൻ പറ്റത്തില്ല. ഇവരുടെ ആത്മീയ ദാരിദ്ര്യം തീർന്നിട്ട് ക്രിസ്തുവിൽ സമ്പന്നരായിട്ട് ഇവർക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഈ ലൈൻ വലിച്ചു താത്തോണ്ടിരിക്കുക. പുതിയ ഓരോ പ്രസ്ഥാനങ്ങൾ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ ലൈൻ വലിച്ച് താത്തോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയൊക്കെ ലൈൻ വലിച്ച് താത്താലും ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരെന്താ പറയുന്നതെന്നറിയോ? ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ലേ, അങ്ങോട്ട് വിടുവിക്കപ്പെടട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ ബുദ്ധിയുള്ള ഒരു പ്രധാന ശില്പിയായി പണിയുന്നു, എനിക്ക് കിട്ടിയ ജ്ഞാനത്തിനനുസരിച്ച് ഞാൻ പണിയുന്നു. ഓരോരുത്തരും അവനവന് കിട്ടിയ ജ്ഞാനത്തിനനുസരിച്ച് പണിയട്ടെ, പക്ഷേ ക്രിസ്തു എന്ന അടിസ്ഥാനം വിട്ട് പണിയാൻ പാടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ലേ പണിയുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ ജ്ഞാനം പോലെ വെളിപ്പാട് പോലെ ഒന്നും അവർക്ക് വെളിപ്പാടില്ലായിരിക്കാം. പണിതോട്ടെ ഒന്നും, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഈ പറഞ്ഞതുപോലെ കുറേ പേരെങ്കിലും സ്വർഗത്തിൽ കയറുമല്ലോ എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് നമ്മൾ പറയുക അങ്ങ് പണിതോട്ട്. ഇതാണ് ക്രിസ്തീയ ലോകത്തിലെ ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കറിയേണ്ടത് ബോട്ടം ലൈനാണ് അറിയേണ്ടത്. സ്വർണ്ണമിട്ടാൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ സ്നേഹത്തോടു കൂടെ പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ബോട്ടം ലൈൻ മിനിമം യോഗ്യതയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. കാരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവുകയും ചെയ്യണം, പിന്നെ ഈ ഭൂമിയിൽ വേണ്ട ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് സന്തോഷിച്ച് ജീവിക്കുകയും വേണം. ഞാൻ ഈ പണ്ട് ഒരു അധ്യാപകനായിരുന്നു. പാരലൽ കോളേജും ട്യൂഷൻ സെൻറ്ററും പിന്നെ പ്രൈവറ്റ് ട്യൂഷനും ഒക്കെ ഒത്തിരി നടത്തിയിട്ടുള്ളത് കേട്ടോ. കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ അനുഭവ സമ്പത്താണ്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു 10ാം ക്ലാസ് ബാച്ചിൽ ഞാൻ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പഠിപ്പിക്കുമ്പോൾ 45-50 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, 50 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ 50 കുട്ടികളെ എല്ലാവരും ഒരേ ലെവലല്ല. ആ 50 കുട്ടികളിൽ ചില കുട്ടികൾ ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ പഠിക്കുന്നവരുണ്ട്. എല്ലാത്തിനും A+ ഇന്നത്തെ ഭാഷയിൽ, അന്ന് ഡിസ്റ്റിങ്ഷനും പിന്നെ എന്താ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ വളരെ ശ്രദ്ധയോട് പഠിപ്പിക്കും. അതായത് സാധ്യതയുള്ള ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവരെ പഠിപ്പിക്കും. കാരണം അവർ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നവരാ. പക്ഷേ ക്ലാസ്സിൽ ചില പിള്ളേരുണ്ട് കേട്ടോ, ഇവരെ കൊണ്ട് ട്യൂഷൻ സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും പറയും, സാറേ എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ ഒന്ന് ജയിപ്പിച്ച് തരണം. ജയിക്കാനുള്ളൊരു സാധ്യതയൊന്നുമില്ല കേട്ടോ. അപ്പം ആ കൊച്ചിനെ കൊണ്ട് നമ്മൾ ഈ പാഠപുസ്തകം മുഴുവൻ അരച്ച് കലക്കി കുടിപ്പിക്കാനൊന്നും പോകത്തില്ല. കാരണം എന്താ, ഇതിന് ജയിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. പിന്നെന്ത് ചെയ്യും? പിന്നെ അത്യാവശ്യം എങ്ങനെങ്കിലും പാസ് മാർക്ക് കിട്ടാനുള്ളത് പഠിപ്പിക്കും. അതിന് ചില ടെക്നിക്കുകളുണ്ട്, ചില അടവുകളുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചില കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്,
ക്വസ്റ്റ്യനിൽ തന്നെ പകുതി ആൻസറുണ്ട്, അത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ തന്നെ പകുതി ആൻസർ ഉള്ളത് കണ്ടുപിടിച്ച് നീ എഴുതി വെച്ചാൽ, ഒന്നുമല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സാറിന് ദയ തോന്നി ഒരു 1/2 മാർക്ക് ഇട്ടാൽ, അങ്ങനെ ഒരു 10 1/2 മാർക്ക് ഇട്ടാൽ 5 മാർക്കായെന്നേ. എല്ലാം കൂടെ കൂടി ഒരു 5 10 മാർക്ക് കിട്ടിയാൽ ബാക്കി മോഡറേഷനും കൂടെ കിട്ടി നിനക്ക് ജയിക്കാൻ പറ്റും. ഇത് അധ്യാപകരുടെ ഒരു വലിയ ഒരു 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 ചലഞ്ചാണ് കേട്ടോ. എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് സഭയ്ക്കകത്ത്. ചിലർക്ക് പാസ് മാർക്ക് മതി, ചിലർക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സാകണം. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ കയ്യിൽ ദൈവം കൊണ്ടുതരുന്ന യേശുവിൻ്റെ മക്കളെ, ഞാൻ പഠിപ്പിക്കുന്ന ഇടയനായിരിക്കുന്ന സഭയിലെ മക്കൾ ഓരോരുത്തരും യേശുവിൻ്റെ മക്കളെ കേട്ടോ. യേശു എൻ്റെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ എങ്ങനെയെങ്കിലും ഉരുട്ടി സ്വർഗത്തിൽ കയറ്റണമെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുമ്പം എൻ്റെ ആഗ്രഹം ദേ ഓൾ മസ്റ്റ് കം ഔട്ട് വിത്ത് കളേഴ്സ്. അവർ നിറങ്ങളോടുകൂടെ പുറത്തു വരണം, അവർ നിറങ്ങളോടുകൂടെ പുറത്തു വരണം. ജയിച്ച് സ്വർഗത്തിലേക്ക് കയറുമ്പോൾ അല്ലേ, ജയിച്ചതിൻ്റെ സന്തോഷമായി കയറണം. ഈ കുരുതി ലേഖനത്തിൽ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, മരം പുല്ല് വൈക്കോലെല്ലാം ചാമ്പലായിട്ട് താനോ രക്ഷിക്കപ്പെടും, പക്ഷെ തീയിൽ കൂടി എന്നവണ്ണം. എന്ന് പറഞ്ഞാൽ ഉരുണ്ടങ്ങ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. നരകത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഈ കയ്യാലപ്പുറത്തെ തേങ്ങാന്ന് പറയത്തില്ല, അങ്ങോട്ടും വീഴ ഇങ്ങോട്ടും വീഴ. ഭാഗ്യത്തിന് സ്വർഗത്തിലോട്ടാണ് വീണത് കേട്ടോ, നരകത്തിലോട്ട് വീഴാൻ സാധ്യത ഉണ്ടായിരുന്നു. ഈ ബോട്ടം ലൈൻ അന്വേഷിക്കുമ്പോഴുള്ളൊരു പ്രശ്നം, ഇത് വളരെ ഇൻസെക്യൂറായിട്ടുള്ള ഒരു ക്രിസ്തീയ ഓട്ടമായി മാറും. അതായത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കളർഫുള്ളായിട്ട് അപ്പുറത്ത് കയറാനല്ല. ഐ എൻകറേജ് യു ഓൾ, ഞാൻ നിങ്ങളെല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു, സ്വർഗത്തിൽ പോകാനുള്ള മിനിമം യോഗ്യതയ്ക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് നിനക്ക് വേണ്ടി മാക്സിമം നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയണം. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ശരിക്കും ഒരു നല്ല വിശ്വാസി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ക്രിസ്തീയ ജീവിതം വിശുദ്ധിയോടുകൂടെ വേർപാടുകൊടുകൂടെ വാട്ട് എവർ ദ ടെർമിനോളജി നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്ന ഒരാളോട് ഈ മറുപടി കൊടുത്തു കേട്ടോ. എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഇറ്റ്സ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. എത്ര വീഡിയോകളാണ്, പിന്നെ ഞാൻ പറഞ്ഞില്ല വളരെ തിരക്കുള്ള സമയങ്ങളാണ്, പിന്നെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് കാണുന്ന ചില കമൻറ്റുകൾക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒരാൾക്ക് മറുപടി കൊടുത്തു, ഈ സ്വർണ്ണമിട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് ചോദിച്ച ആൾക്ക് മറുപടി കൊടുത്തു. സ്വർണ്ണമിട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് ചോദിച്ച ആളുകളോട് ഞാൻ പരസ്യമായി മറുപടി ഇടുകയാണ്. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ വളരെ ദുർബലനാകുന്ന ഒരു വിശ്വാസിയാണ്. കാരണം നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം, യേശുവിനെ വിളിക്കുന്നതും പിന്നെ വടവർ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതോ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. ഞാൻ അതിനു വേണ്ടിയല്ല എൻ്റെ വിശ്വാസ ജീവിതത്തെ ദൈവവചനപ്രകാരം പാലിക്കുന്നത്. ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് ചോദിച്ചാൽ, എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹമാണെന്നേ, ഭയങ്കര സ്നേഹം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു റിച്വലിസ്റ്റിക് മാർഗമല്ല, സ്വർഗത്തിൽ പോകാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന മാർഗമല്ല ക്രിസ്തീയ ജീവിതം. ഇത് നമ്മൾ പഠിക്കണം, ഇത് ബേസിക്കാണ്, ഇത് ഫൗണ്ടേഷനാണ്, ഇതൊരു കർമ്മമാർഗമല്ല. സ്വർണ്ണം ഉപേക്ഷിച്ചോ സ്നാനപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിടുന്നൊരു കർമ്മമാർഗമല്ല ഇത്. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് whatever you do because of your conscience, നിങ്ങളുടെ മനസ്സാക്ഷി നിമിത്തം, ദൈവവചനം നിമിത്തം, ക്രിസ്തു നിമിത്തം എന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്ത നിമിത്തം, അതാണ് ഞാൻ കോൺസൈൻസ് എന്ന പദം ഉപയോഗിച്ചത്. ആ ചിന്ത നിമിത്തം നിങ്ങൾ എന്തും ചെയ്യുന്നു, അത് ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണെന്നറിയാം? അത് ചെയ്യുന്നത് യേശുവിനോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. രഹസ്യം അറിയാമോ? ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കൃപയാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ആ കൃപ നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കർത്താവിനോട് തിരിച്ചുണ്ടാകുന്നൊരു വലിയ സ്നേഹമുണ്ട്, ഒരു വലിയ സ്നേഹമുണ്ട്. വേദവസത്തിലെ യേശു കർത്താവ് ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ സ്നേഹിക്കുക എന്ന കൽപ്പനയാണ് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, സമസൃഷ്ടിയെ സ്നേഹിക്കുക. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഞാൻ എങ്ങും കണ്ടില്ല കർത്താവ് ചോദിച്ചില്ല ആരോടെങ്കിലും, നീ ഇന്ന് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു, നീ എത്ര മണിക്കൂർ ഇന്ന് വർഷിപ്പ് ചെയ്തു. നമ്മളതൊക്കെ ചെയ്യുന്നതല്ലേ സ്വർഗത്തിൽ പോകാൻ വേണ്ടി. നമ്മുടെ ചിന്ത ഇതൊക്കെ ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളതാണ്. പക്ഷേ യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആവർത്തിച്ച് ചോദിക്കുകയാണ്.
ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? വചനം പറയുന്നു, യേശുവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ഔട്ട് ഓഫ് ലവ് ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഈ ബോട്ടം ലൈൻ അന്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ ഡൗട്ട് യുവർ ലവ്, യുവർ ഡിവോഷൻ ടു യുവർ ലോർഡ് ജീസസ്. യേശുവിനോടുള്ള നിങ്ങളുടെ ഡിവോഷൻ, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ സംശയിക്കുന്നു. കാരണം സ്നേഹം ഭ്രാന്തമാണ് പ്രിയമുള്ളവരെ. സ്നേഹം ഭ്രാന്ത് പിടിപ്പിച്ചു കളയും. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ പറയും, ഇവന് വിശ്വാസം കൂടി വട്ടുപിടിച്ചതാണെന്ന് പറയും. കാരണം ഈ സാധാരണമാകുന്ന ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിയുമ്പോൾ, ദൈവിക കൃപയൊന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ, പൗലോസ് അത് അനുഭവിച്ചപ്പോൾ, കഴിഞ്ഞ സൺഡേ ഞാൻ ചർച്ചിൽ പ്രസംഗിച്ചതാ കേട്ടോ, പൗലോസ് അങ്ങ് പാടിപ്പോയി. പൗലോസ് പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ ലേഖനത്തിൻ്റെ അകത്ത് പൗലോസ് ദൈവത്തിൻ്റെ കൃപയുടെ അഗാധത കണ്ടിട്ട്, അവന് മന്ത്രിയായിരുന്നവൻ ആർന്നൊക്കെ പറഞ്ഞ് പ്രോസ് എഴുതിക്കൊണ്ടിരുന്ന പൗലോസ് ഒരു പോയറ്റിക് ഫോമിലേക്ക് അങ്ങ് മാറി. ഞാൻ കഴിഞ്ഞ സൺഡേ ചർച്ചയിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയുടെ ആഴം കണ്ടാൽ ഒരു കാവ്യബോധവും ഇല്ലാത്ത പൗലോസ് പോലും പാട്ട് പാടിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ദൈവത്തോടുള്ള അസാധാരണമായ സ്നേഹം. അങ്ങനെ ആ സ്നേഹം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തീയ ജീവിതം വളരെ സിമ്പിളാണ്. ചിലരൊക്കെ പറയത്തില്ല, പാസ്റ്ററെ വലിയ ബുദ്ധിമുട്ടാണ് ക്രിസ്തീയ ജീവിതം, കർത്താവിനോട് ചേർന്ന്. ഞാനങ്ങനെയല്ല ഞാൻ പഠിപ്പിക്കാറുള്ളത് ക്രിസ്തീയ ജീവിതം വളരെ സിമ്പിളാണ്. അതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയാം? നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ക്രിയാകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, മറിച്ച് കർത്താവിനെ അഗാധമായി സ്നേഹിക്കാൻ തുടങ്ങുക. ഒരു വാക്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലെ വാക്യമാണ്. ആ വാക്യം എന്താ പറയുന്നതെന്നറിയാമോ? യാക്കോബ് റേച്ചലിനെ വളരെ സ്നേഹിച്ചു. അതുകൊണ്ട് അവൾക്ക് വേണ്ടി അധ്വാനിച്ച 7 വർഷങ്ങൾ അവന് വളരെ കുറച്ച് ദിവസമായിട്ട് തോന്നി. ഉൽപ്പത്തി 29 എൻ്റെ ഓർമ്മ, 29-ാം അധ്യായം 30-ാം അധ്യായത്തിലുമാണ്. യാക്കോബിന് 7 വർഷം 7 ദിവസം പോലെ തോന്നി. കാരണം എന്താ? സ്നേഹം. ഇതാണ് സീക്രട്ട് പ്രിയമുള്ളവരെ. യേശുവിനെ നിങ്ങൾ അഗാധമായി സ്നേഹിച്ചാൽ യു വിൽ നെവർ ആസ്ക് അബൌട്ട് ദ ബോട്ടം ലൈൻ. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഒരു കൊച്ചുകുട്ടി, അവൻ എപ്പോഴും യേശു കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുക, ഭയങ്കര സ്നേഹമാണ് കർത്താവിനോട്. അപ്പം ഒരു ഏറ്റിസ്റ്റാകുന്ന, നാസ്തികനാകുന്ന ഒരു ചെറുക്കൻ അവനെ കണ്ടിട്ട് പറഞ്ഞടാ, നീ എന്തോ പൊട്ടനാടാ, നീ ഇങ്ങനെ യേശു 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 എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നു. നിനക്കറിയാമോ നിൻ്റെ യേശു ഇവിടാന്ന്? നീ എപ്പോഴും പടത്തില്ലേ നീ നിൻ്റെ യേശുവിൻ്റെ അടുക്കൽ പോകാനിരിക്കുകയാണെന്ന്, അല്ലേ? നീ സ്വർഗത്തിൽ പോകാനിരിക്കുകയെന്ന് പടത്തില്ലേ? എടാ, നിൻ്റെ യേശു സ്വർഗത്തിലൊന്നും ഇല്ലടാ. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, അപ്പോൾ എൻ്റെ യേശു എവിടെയാ? അയ്യോ പറഞ്ഞു, നിൻ്റെ യേശു നരകത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു പെട്ടെന്ന് പറയുകയാണ്, ഓ ശരി, അങ്ങനാണോ? അങ്ങനാണെങ്കിൽ ഞാൻ നരകത്തിൽ പൊയ്ക്കോളാം. ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ യേശു നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്തിൽ പൊയ്ക്കോളാം. എന്താ കാരണം എന്നറിയാം? കൊച്ചിന് സ്വർഗത്തിൽ പോവുകയല്ല വേണ്ടത്, കൊച്ചിന് യേശുവിനോട് കൂടി ഇരിക്കുക വേണ്ടത്. നിങ്ങൾക്ക് ബിബ്ലിക്കൽ കൺസെപ്റ്റ് അറിയാമോ? ബൈബിൾ പറയുന്നത്, പൗലോസൊക്കെ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുക. സ്വർഗത്തിൽ പോകാൻ എനിക്ക് വലിയ സന്തോഷമാണെന്നല്ല പൗലോസ് പറയുന്നത്. ഐ വാണ്ട് ടു ബി വിത്ത് മൈ ജീസസ്. ഞാൻ യേശുവിനെ ഒത്തിരി സ്നേഹിക്കുന്നു. അത് യേശു എവിടെയാണെങ്കിലും, സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും, ഐ ഡോണ്ട് കെയർ. എനിക്കെൻ്റെ യേശുവിൻ്റെ കൂടെ ഇരിക്കണം. ഇനി സ്വർഗത്തിൽ പോകുമ്പോൾ കിരീടം കിട്ടുമെന്നൊക്കെ നമ്മൾ പറയാറില്ല. കിരീടം സത്യത്തിൽ ഈ വേദോസം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കുഞ്ഞാടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ 24 മൂപ്പന്മാരും തലയിലിരുന്ന കിരീടമെടുത്ത് നിലത്തിട്ടു. കാരണം അവർക്ക് കുഞ്ഞാടാ വലുത്. അവർക്ക് ഈ തലയിലിരിക്കുന്ന കിരീടമൊന്നുമല്ല. അവർക്ക് കുഞ്ഞാടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ താണ് വീണ് വണങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് കേട്ടുകയുള്ളേ, സ്വർഗത്തിൽ പോകുമ്പോൾ കിരീടം കിട്ടുന്നൊന്നുമല്ല വലിയ കാര്യം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൂതം എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. അതെന്താ സംഭവം? കിരീടം കൊടുക്കുന്നു പറയുന്ന വാക്യം ഉള്ളതുപോലെ, അല്ലേ പ്രതിഫലം കൊടുക്കുന്നുള്ള വാക്യം പറയുന്നതുപോലെ, ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിപ്പാൻ കൊടുക്കും, മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്നൊക്കെ ജയിക്കുന്നവനെക്കുറിച്ചുള്ള വാഗ്ദത്തം ഉള്ളതുപോലെ തന്നെ വേദപുസ്തകത്തിലൊരു വാഗ്ദത്തമാണ്, ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. എന്താ അതിൻ്റെ അർത്ഥം? മോർണിംഗ് സ്റ്റാർ. ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർ. ആരാണ് മോർണിംഗ് സ്റ്റാർ? യേശുക്രിസ്തു. ജയിക്കുന്നവന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടുന്ന സ്വർണ്ണത്തെരുവോ സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടുന്ന കിരീടമോ ഒന്നുമല്ല എൻ്റെ പൊന്നു ദൈവമക്കളെ. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ അരുമനാഥൻ, എനിക്ക് വേണ്ടി മരിച്ചവൻ,
ഭ്രാന്തമായ സ്നേഹമാണ് കേട്ടോ. നിങ്ങൾ യേശുവുമായിട്ട് ഭ്രാന്തമായ സ്നേഹത്തിലായിട്ട് കേട്ടോ. യു വിൽ നെവർ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ആഭരണം വിട്ടാൽ സ്വർഗത്തിൽ പോകുമോ? ആഭരണം ഊരിയാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കത്തില്ല. ഞാൻ ആ ഭാഗത്തേക്ക് വരാം, പിന്നീട് വരാം കേട്ടോ. ഇത്രയും പറഞ്ഞത് ഒരു സത്യമായ കാര്യം ദൈവമക്കളെ പറഞ്ഞ് ബോധ്യമാക്കാൻ വേണ്ടിയാണ്. സ്വർഗം നരകം എന്നുള്ള ആ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് അതിനപ്പുറമായ ഒരു ക്രിസ്തീയ ജീവിതമുണ്ടെന്നും ഈ പറഞ്ഞ ബോട്ടം ലൈൻ ക്രിസ്ത്യാനിറ്റി അല്ല, കളർഫുള്ളായിട്ട് നമ്മൾ പറയത്തില്ലേ, ഈ ഒരു പാട്ടൊക്കെ പാടത്തില്ലേ, അവിടെ പൗലോസുണ്ട് പത്രോസുണ്ട് എന്നൊക്കെ പറഞ്ഞേ. ഈ പൗലോസൊക്കെ പത്രോസൊക്കെ നിൽക്കുന്ന ആ ഒരു സ്വർഗത്തിലെ അവരുടെ ഒപ്പം ആ നിരയിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 3-4 നിരയെങ്കിലും ബാക്കിലോട്ടൊന്ന് നിൽക്കാൻ പറ്റിയായിരുന്നെങ്കിൽ, അല്ലാതെ ഉരുണ്ടി പിടിച്ച് സ്വർഗത്തിൽ കയറിയിട്ട് ഏറ്റവും പുറകിൽ പോയി നിൽക്കുന്നതിലും നല്ലത് ഏതേ ഈ മോഡറേഷനൊക്കെ വാങ്ങിച്ച് ജയിക്കുന്ന കുട്ടിയെപ്പോലെ സ്വർഗത്തിൽ കയറുന്നതിലും നല്ലത് കളർഫുള്ളായിട്ട് സ്വർഗത്തിൽ കയറുക. അതുകൊണ്ട് നെവർ ആസ്ക് ഫോർ ദ ബോട്ടം ലൈൻ. യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക. അവനിഷ്ടമില്ലാത്തത് എന്താണെന്ന് ആത്മാവിൽ തിരിച്ചറിയുക. അതൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്. ചില കോളേജുകളുണ്ട്, അവർ ഈ ഫെയിൽഡായ പിള്ളേരെ പഠിപ്പിക്കുന്ന കോളേജുകളാണ്. അവിടുത്തെ സാറിനോട് പോയി ചോദിച്ചാൽ പറയും, നിങ്ങളുടെ കൊച്ചു തോറ്റോ, അടുത്ത പണ്ടൊക്കെ സേ എക്സാം എന്നൊക്കെ പറയത്തില്ല, അടുത്ത സേ എക്സാമിന് സേവ് അൻ ഇയർ എന്നൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സേ എക്സാമിന് കൊച്ചിനെ ജയിപ്പിക്കാൻ അല്ലേ ഞങ്ങളുടെ കോളേജിൽ കൊണ്ടുവിടുക. അവിടെ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? അവിടെ ഈ പറഞ്ഞ പോലെ കളർഫുള്ളായിട്ട് ജയിപ്പിക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത്. അവിടെ കൊച്ചിനെ ബോട്ടം ലൈനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ പാലയിലൊക്കെ ഏതേ നീറ്റിൻ്റെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടുത്തെ പ്രിൻസിപ്പളിനോട് ചോദിച്ചാൽ അവരെന്താ പറയുന്നതെന്നറിയാം, നിങ്ങൾക്ക് മിനിമം പാസ് മാർക്ക് കിട്ടാനുള്ളത് പഠിപ്പിക്കും എന്നല്ല പറയുന്നത്, ഓൾ ഇന്ത്യ റാങ്കിൽ നിങ്ങളെ മുന്നിൽ കയറ്റും എന്നാണ് പറയുന്നത്. ഇത് രണ്ട് സ്റ്റൈലാണ് കേട്ടോ. ചർച്ചസും ഇതുപോലെ പ്രിയമുള്ളവർ. ചിലർ ബോട്ടം ലൈൻ പഠിപ്പിക്കുന്നു. കാരണം അവർ പറയുന്നത്, എൻ്റെ പാസ്റ്ററെ ഞങ്ങളുടെ വിശ്വാസികൾക്കൊന്നും ഇത്രയും വലുതൊന്നും എടുക്കാൻ പറ്റത്തില്ല, എങ്ങനെങ്കിലും കുറേ പേരെ സ്വർഗത്തിൽ തള്ളി കയറ്റണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ ബോട്ടം ലൈൻ ഇങ്ങനെ വലിച്ചു താത്തോണ്ടിരിക്കുകയാണ്, കുറച്ച് പേരൂടെ അങ്ങ് നിത്യതയിലെത്തട്ടെ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നു, എൻ്റെ ചർച്ചിൽ വരുന്നവരെയൊക്കെ കളർഫുള്ളാക്കി ജയാളികളാക്കി നിർത്തണമെന്ന് പറയുന്നു. ഞാൻ അത്തരത്തിലൊരാളാണ് കേട്ടോ. എൻ്റെ ചർച്ച് നോർത്ത് ഇന്ത്യയിലെ ചർച്ച്, ഹിന്ദിക്കാരുള്ള ചർച്ച്. ആ ചർച്ചിനെക്കുറിച്ച് ഞാൻ വിവരിക്കാം, ഈ വീഡിയോയുടെ അവസാനം വിവരിക്കാം. 100 കണക്കിന് ഹിന്ദിക്കാരെ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മിൺസ് ഉണ്ട്, അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോൾ എനിക്കുള്ള ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ നിശ്ചയമായിട്ടും ഈ വീഡിയോയ്ക്കകത്ത് പറയാം. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞില്ല ചർച്ച് പല ടൈപ്പ് ഉണ്ടെന്ന്. നിശ്ചയമായിട്ടുമുണ്ട്. എല്ലാ ഫെലോഷിപ്പിനെ കുറിച്ചും ദൈവത്തിൻ്റെ അഭിപ്രായം സെയിം അല്ല. എന്നെ ഇത് പഠിപ്പിച്ചത് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെക്കുറിച്ച് ദൂത് പറയുമ്പോൾ എല്ലാ സഭയോടും ഒരേ ദൂതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് അല്ല. അപ്പോൾ ഓരോ ഫെലോഷിപ്പിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഒപ്പീനിയൻ ഡിഫറൻ്റ് ആണ്. ചില ചർച്ചുകൾ കെറിഗ്മാറ്റിക്കാണ്, അതല്പം തിയോളജിക്കൽ തേമാണ്. ചില ചർച്ചുകൾ ഡോഗ്മാറ്റിക്കാണ്, അല്ലെങ്കിൽ അപ്പോളജറ്റിക്കാണ്. ഇതിലെന്താ വ്യത്യാസം എന്നറിയാമോ? ഞാനൊന്ന് പറഞ്ഞു തരാം. സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങളല്ലേ, 4 ഒരുപോലാണോ? അല്ല കേട്ടോ. മർക്കോസിൻ്റെ സുവിശേഷം ഇറ്റ്സ് എ കെറിഗ്മാറ്റിക് ഗോസ്പൽ എന്നാണ് ഈ തിയോളജി പഠിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത്. കെറിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണത്തിന് ഉപയോഗിക്കുന്നത് എന്നാണ് അർത്ഥം. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം അത് മോർ ഓവർ ഇറ്റ്സ് ആൻ അപ്പോളജറ്റിക്കൽ കൈൻഡ് ഓഫ് ഗോസ്പൽ. അത് ഒരു ഡോഗ്മാറ്റിക് അല്ലെങ്കിൽ ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന, വിശ്വാസ സംരക്ഷണത്തിന് ഉപയോഗിച്ച ആ രചനാ ഉദ്ദേശത്തോട് എഴുതിയ ഒരു ഗോസ്പലാണ്. ഗോസ്പൽ ഓഫ് ജോണിൻ്റെ അകത്ത് യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ നീണ്ട നിരയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഹാൻഡ് പിക്കണായിട്ടുള്ള 7 അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം ഇറ്റ്സ് എ കെറിഗ്മാറ്റിക് ഗോസ്പൽ. അതിനകത്ത് തുടങ്ങിയപ്പോൾ മുതൽ അത്ഭുതമാണ്. ഏറ്റവും കൂടുതൽ യേശു ചെയ്ത മിറക്കിൾസ് എഴുതിയത് മർക്കോസാണ്. കാരണം മർക്കോസിൻ്റെ ഉദ്ദേശം ഇത് വായിച്ചിട്ട് ഒത്തിരി പേര് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. പക്ഷേ യോഹന്നാൻ അങ്ങനല്ല കേട്ടോ. യോഹന്നാൻ ടീച്ചിങ്ങിലാണ് എംഫസൈസ് കൊടുക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഇന്നും ഓരോ ഫെലോഷിപ്പും ഓരോ നേച്ചർ ഉള്ളതാണ്, സ്വഭാവം ഉള്ളതാണ്. ചില ഫെലോഷിപ്പ്
അവർ കെറിഗ്മാറ്റിക്കാണ്. അവർ ഇവാഞ്ചലൈസേഷന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. അവരുടെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ ദൈവരാജ്യം വളരുക, ആത്മാക്കൾ വിടുവിക്കപ്പെടുക, വരുവിൻ നമുക്ക് നരകത്തെ കൊള്ളയിടാം, അതുകൊണ്ട് സ്വർഗം നിറയ്ക്കാം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് അവർക്കുള്ളത്. അവർ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി എന്തു പറയുന്നു, കെറിഗ്മാറ്റിക് കൈൻഡ് ഓഫ് ഡോക്ട്രിൻ പഠിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം ദൈവരാജ്യം വളരുക എന്നുള്ളതാണ്. അത് ദൈവരാജ്യത്തിൻ്റെ എസൻഷ്യൽ പാർട്ടാണ്. ചില സഭകൾ അങ്ങനെയാണ് കേട്ടോ, അവർ ശക്തമായി വളരും, അത് ദൈവരാജ്യത്തിന് ആവശ്യമാണ്. പക്ഷേ അതേ ദൈവരാജ്യത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ഡോഗ്മാറ്റിക്, അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പോളജറ്റിക്കലായിട്ടുള്ള ചർച്ചുകൾ. ശരിക്കും കെറിഗ്മാറ്റിക് ചർച്ചുകൾ ദൈവരാജ്യത്തെ വളർത്തിയെടുക്കുമ്പോൾ ഡോഗ്മാറ്റിക് ചർച്ചുകൾ അല്ലെങ്കിൽ അപ്പോളജറ്റിക്കൽ ചർച്ചുകളാണ് ദൈവരാജ്യത്തിൻ്റെ ബലമായി നിൽക്കുന്ന, അസ്ഥികൂടമായി നിൽക്കുന്ന സ്ട്രക്ചർ. കാരണം ടീച്ചിങ് ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ കെറിഗ്മ മാത്രമാണുള്ളതെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെ സാധാരണ എന്ത് ചെയ്യും, ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഒരു ഭാഗത്ത് ചില സഭകൾ ഈ പറഞ്ഞതുപോലെ സുവിശേഷീകരണം മാത്രം ലക്ഷ്യമിട്ട് ബോട്ടം ലൈൻ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് ചില ഫെലോഷിപ്സ് എന്ന പദമാണ് കൂടുതൽ ശരി, അവർ ശക്തമായ ഉപദേശവും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യണം. കാരണം ദൈവരാജ്യത്തിൻ്റെ ആകെയുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫെലോഷിപ്പല്ല. ഞാൻ ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ ഒരു ഫെലോഷിപ്പിൻ്റെ പാസ്റ്ററാണ്. പക്ഷേ ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ അല്ല ദൈവരാജ്യമെന്ന് പറയുന്നത്. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ IPCയും ചർച്ചകോടും ബ്ലെസ്സിങ് ടുഡേയും ഹാർവെസ്റ്റ് മിഷനും എല്ലാം ചേർന്നതാണ് ദൈവരാജ്യം. യേശു നോക്കുന്നത് ഹോളിസ്റ്റിക്കായിട്ട് ഇതിനെയെല്ലാം ഒന്നിച്ചാണ് യേശു നോക്കുന്നത് ഫിന്നി പാസ്റ്ററുടെ അപ്പോളജറ്റിക്കൽ കൈൻഡ് ഓഫ് ടീച്ചിങ് ദൈവരാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഫിന്നി പാസ്റ്ററുടെ ഹാർവെസ്റ്റ് മിഷനെ മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേക്കകത്തുള്ള ചിലരും വചനങ്ങൾ കേൾക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആകണം. IPCയിലുള്ള ചർച്ചകോടിലുള്ളവരും വചനം കേൾക്കുമ്പോൾ പറയുന്നു ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആകണം. അങ്ങനെയാണ് ദൈവരാജ്യം ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ വിശാലമാകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡോക്ട്രിനാണ് കിങ്ഡം ഫസ്റ്റ്. അതായത് ഡിനോമിനേഷൻ ഫസ്റ്റ് അല്ല, വി ഓൾ ആർ ദ പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യമാണ് ഒന്നാമത്. കിങ്ഡം ഫസ്റ്റ് എന്ന ഡോക്ട്രിൻ ഞാൻ എപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. പല ടൈപ്പ് ചർച്ചുകളുണ്ട്. ചിലത് കെറിഗ്മാറ്റിക്കാണ്, ചില അപ്പോളജറ്റിക്കൽ അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് ചർച്ചുകളാണ്. ടീച്ചിങ് ആണ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി. ഇവർ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല, പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ടും ദൈവരാജ്യത്തിൻ്റെ രണ്ട് വർക്കുകൾ, രണ്ട് പ്രവർത്തികളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം അവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കയറാം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൻ്റെ അകത്ത് ആഭരണം, അതിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ ഡോക്ട്രിൻ എന്താണ്, സത്യം എന്താണ്? ചെറി പിക്കിംഗ് നടത്താതെ, സെലക്റ്റീവ് റീഡിങ് നടത്താതെ, നമ്മുടെ പ്രീ സപ്പോസിഷൻ വെച്ച് വ്യാഖ്യാനിക്കാതെ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ന്യൂട്രലായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ഒന്ന് വ്യാഖ്യാനിച്ച് തുടങ്ങട്ടെ. അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകത്തിൽ ആഭരണധാരണം പോലെയുള്ള വിഷയങ്ങൾക്ക്, ധനം അമിതമായി സമ്പാദിക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും സപ്പോർട്ടീവായിട്ടുള്ള ഒരു നേച്ചറിലല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ പ്രസക്തമാകുന്ന വചനങ്ങളാണ്. തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യങ്ങൾ, അതുപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യങ്ങൾ, ഇതൊക്കെ വളരെ പ്രസക്തമാകുന്ന വാക്യങ്ങളാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 1 പത്രോസ് 3-ന്റെ 4-ാമത്തെ വാക്യം. ഈ രണ്ട് വാക്യങ്ങളെക്കുറിച്ചും ആളുകൾ ആരോപിക്കുന്നത്, ആഭരണം ഊരണമെന്ന് പറയുന്നവർ ഈ വാക്യം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ ഈ വാക്യം? അതിൻ്റെ ജനറൽ സെൻസിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലേക്കൊന്നും പോകണ്ട, അത്ര വലിയ വ്യാഖ്യാനങ്ങൾക്കൊന്നും പോകണ്ട. ഒരു ജനറൽ സെൻസിൽ ആ വാക്യം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആഭരണധാരണത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ്,
ജനറൽ സെൻസ് എടുത്താൽ മതി. ഈ പിന്നെ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റുവലായിരിക്കണമെന്ന് പറയുമ്പോൾ തിയോളജിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ, ഹെർമനോട്ടിക്സിൻ്റെ ആ ഒരു തിയോളജിക്കൽ ഒരു ലാംഗ്വേജിൽ പറഞ്ഞാൽ ടെക്സ്റ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റിൻ്റെ ഒറിജിൻ, അത് എഴുതിയതാര്, ആർക്കെഴുതി, ഇതൊക്കെയാണ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. അല്ല മേളത്തെയും താഴത്തെയും വാക്യം മാത്രം വായിച്ച് നോക്കുന്നതല്ല കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ക്രിറ്റിസിസം ഈ പല ടൈപ്പാണ് കേട്ടോ. ഈ ഹെർമനോട്ടിക്കൽ എക്സജൈസസ് നമ്മൾ പഠിക്കുമ്പോൾ ക്രിറ്റിസിസം നടത്തുന്നത് വേദപുസ്തകത്തിലെ വാക്യങ്ങളെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ക്രിറ്റിസിസം എന്ന് പദം കേട്ടിട്ട് ആരും ചിന്തിക്കില്ല വേദപുസ്തകത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. ഇറ്റ്സ് എ മെത്തഡോളജി. അതായത് വേദപുസ്തകം പഠിക്കാൻ ഉപയോഗിക്കുന്നൊരു മെത്തഡോളജിയാണ്. വേറൊരു ഭാഷ ഉപയോഗിച്ചാൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. വ്യാഖ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആരെഴുതി? പൗലോസ് എഴുതി. ആർക്കെഴുതി? തിമത്തിയോസിന് എഴുതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. അതിൻ്റെ കോണ്ടസ്റ്റൊക്കെ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഹിസ്റ്റോറിക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കണം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ കൾച്ചർ എന്തായിരുന്നെന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ്, കൾച്ചർ, ആ കാലഘട്ടത്തിലെ കൾച്ചർ, നമുക്കറിയാം ഫസ്റ്റ് സെഞ്ച്വറിയിൽ എഴുതിയ 2 പുസ്തകങ്ങളാണ്. ഫസ്റ്റ് സെഞ്ച്വറിയിലെ കൾച്ചർ എന്താണ്? ഫസ്റ്റ് സെഞ്ച്വറിയിലെ കൾച്ചർ സ്പെഷ്യലി ഇൻ എ റോമൻ ഓർ ഗ്രീക്കോ റോമൻ വേൾഡ് എന്ന് പറയും. ഗ്രീക്കോ റോമൻ വേൾഡ്, ഗ്രീക്ക് കൾച്ചറും റോമൻ ഭരണവും നിലനിൽക്കുന്ന ഒരു വേൾഡ് എന്ന അതിൻ്റെ അർത്ഥം. ഇൻ എ ഗ്രീക്കോ റോമൻ വേൾഡ് സ്ത്രീകൾ അമിതമായി ഈ പറഞ്ഞതുപോലെ ആഭരണം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബ്രൈഡഡ് ഹെയർ എന്ന് പറയും, അതിലേക്ക് ഞാൻ വരാം, വസ്ത്രം ഒക്കെ വളരെ എക്സ്പെൻസീവായി ഉപയോഗിക്കുന്ന, പോമ്പെന്ന് പറയും, അവരുടെ ആഡംബരം ഇങ്ങനെ കാണിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് പൗലോസ് പറയുന്നത് ഇതല്ല ക്രിസ്ത്യൻ ലൈഫ്, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്ന് പീറ്ററും പറയുന്നത്. പീറ്റർ ഒരു പടി കൂടെ കടന്നിട്ട് പറഞ്ഞു, അതായത് പണ്ട് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഭക്തിയുള്ള സ്ത്രീകൾ അങ്ങനെയല്ല തങ്ങളെ തന്നെ അലങ്കരിച്ചരുത് എന്ന് ഒരു പൂർവ്വമാതാക്കളുടെ ഒരു എക്സാമ്പിൾ കൂടെ പീറ്റർ പറഞ്ഞു. രണ്ടുപേരും ഒരേ ആശയത്തിലാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഡോക്ട്രിനും നിശ്ചയിക്കുന്നത് യേശു പഠിപ്പിച്ചിട്ടുണ്ടോ, അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ, വേദപുസ്തകത്തിൽ അതായത് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴാണ് വേദപുസ്തകത്തിലെ ഏത് ഡോക്ട്രിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഡോക്ട്രിനായിട്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം 2 പേരുടെ വാക്കിനാൽ ഏത് കാര്യവും ഉറപ്പാകുന്നു എന്ന് വേദപുസ്തകം പറഞ്ഞു. 2 പേരുടെ വാക്കെന്ന് പറയുമ്പോൾ പൗലോസും പീറ്ററും ഒരുപോലെ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നു, അതായത് ആഭരണം ധരിക്കുന്നതിലും അപ്പുറമായിട്ട് ആന്തരികമാകുന്ന ബ്യൂട്ടിക്കാണ് ക്രിസ്തീയ വിശ്വാസം ഊന്നൽ കൊടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയ അപകടകരമായ പരാമർശം ചില ആളുകൾ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് വന്ന് പറഞ്ഞു. അവരെന്താ പറഞ്ഞതെന്നറിയാമോ? പുറമേ ഉള്ള കാര്യങ്ങൾക്കല്ല, അകത്തുള്ള ആന്തരികമാകുന്ന ഹൃദയശുദ്ധിക്കാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ പൊന്നു സഹോദര, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അകം ശുദ്ധമായി കഴിഞ്ഞാൽ അത് പുറമേ റിഫ്ലക്റ്റ് ചെയ്യത്തില്ലേ? അകം ശുദ്ധമാകുന്നത് നിശ്ചയമായിട്ടും അവരുടെ എല്ലാ ജീവിത മേഖലയിലും റിഫ്ലക്റ്റ് ചെയ്യും. അവരുടെ എന്താ പറയുന്നത്, പണ്ടത്തെ കാലത്തൊക്കെ അപ്പച്ചന്മാർ പറയുമായിരുന്നു, ഈ അപ്പച്ചന്മാർ പറയുമ്പോൾ ചിലർക്കത് സഹിക്കത്തില്ല. കാരണം അപ്പച്ചന്മാരോട് അത്ര പണക്ക. ഏതപ്പച്ചന്മാരാ? പെന്തക്കോസ്തിൻ്റെ അപ്പച്ചന്മാർ മാത്രമല്ല കേട്ടോ, 1-ാം നൂറ്റാണ്ട് മുതലുള്ള അപ്പച്ചന്മാരുടെ കഥ ഞാൻ ഇനിയും മുന്നോട്ട് പറഞ്ഞു വരുന്നുണ്ട്. ആഭരണധാരണത്തെക്കുറിച്ച് ഈ അപ്പോസ്റ്റോലിക് ഫാദേഴ്സൊക്കെ എന്താ എഴുതിയെന്നൊക്കെ ഇന്ന് ശരിക്കും ഞാൻ ആ ഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരു 1-2 മണിക്കൂർ ഈ വീഡിയോ പോയാലും കുഴപ്പമില്ല. എന്താണെങ്കിലും പണ്ടത്തെ ഈ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറയുമായിരുന്നു, നീ മാനസാന്തരപ്പെട്ടെന്നുള്ളത് നിൻ്റെ ടൈലർ അറിയണം, നീ മാനസാന്തരപ്പെട്ടെന്നുള്ളത് നിൻ്റെ ബാർബർ അറിയണം എന്ന് പറഞ്ഞാൽ നീ കടയിൽ ചെല്ലുമ്പോൾ നിന്നോടവൻ പറയും ഇതാണ് പുതിയ ഫാഷൻ എന്ന് പറയുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഐ എം എ ക്രിസ്ത്യൻ, എൻ്റെ ഫാഷൻ എൻ്റെ കർത്താവിന് ഇഷ്ടമുള്ളതാണ് എന്ന് പറയാൻ കഴിയണം. എൻ്റെ ഡ്രസ്സിൻ്റെ കട്ടിങ് നടത്തുമ്പോൾ ആ ടൈലർക്ക് മനസ്സിലാക്കണം, ഐ ആം എ പേഴ്സൺ വിത്ത് സർട്ടൺ പ്രിൻസിപ്പിൾസ്, ചില അടിസ്ഥാനങ്ങൾ. അത് ആന്തരികം മാത്രമല്ല, ആന്തരികത്തിൻ്റെ പുറമെയുള്ള പ്രകടനങ്ങളാണ്. ഇവിടെ ചിലർക്കൊക്കെ അബദ്ധം പറ്റുന്നൊരു കാര്യം, യേശു പറഞ്ഞു വെള്ള തേച്ച ശവക്കല്ലറുകളെ നിങ്ങളുടെ പുറം നല്ലതാ, പക്ഷേ അകം അസ്ഥികൾ നിറഞ്ഞതാണ്. ഇവിടെ എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ സംഭവം അകത്ത് ശുദ്ധിയില്ല, പുറമേ മാത്രമേ ഉള്ളൂ. അത് പ്രശ്നമാണ്, ഹിപ്പോക്രസിയാണ്. അത് ഈ കാലഘട്ടത്തിലും പ്രശ്നമാണ്. പുറത്ത് കാണിച്ചുകൊണ്ട് അകത്തൊന്നുമില്ലാതെ ജീവിക്കുന്നത്
അത് ഹിപ്പോക്രസിയാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് പുറത്ത് കാണിച്ചാൽ മതി, അകത്തൊന്നും വേണ്ടെന്നാണോ? അല്ല പ്രിയമുള്ളവർ, നമ്മൾ പഠിപ്പിക്കുന്നത് അകത്തുള്ള വിശുദ്ധി വർദ്ധിച്ചത് പുറത്തേക്ക് പ്രതിഫലിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് പുറമേ പ്രകടമാകും. നിങ്ങൾക്ക് ലോക മനുഷ്യരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേദപുസ്തകം വളരെ ക്ലിയറായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഈ വ്യാഖ്യാനിക്കാനൊക്കെ ഇരിക്കുന്നവരെ ഈ പ്രീ സപ്പോസിഷൻ വെച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എടുത്തിട്ട് അവർക്കിഷ്ടമുള്ളതുപോലെ അവരുടെ ഡോക്ടറിൻ സ്ഥാപിക്കാൻ വേണ്ടി വ്യാഖ്യാനിച്ച് കളയും. ഈ തിമോഥെയോസിൻ്റെ ലേഖനവും പത്രോസിൻ്റെ ലേഖനത്തിലും പറയുന്ന 2 വാക്യങ്ങളും കൃത്യമായിട്ട് പറയുന്നു. ക്രിസ്തീയ വനിതകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് ഈ പറഞ്ഞ ആഭരണമോ പൊന്ന് മാത്രമല്ല, പേൾ പറയുന്നുണ്ട്, മുത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ബ്രൈഡഡ് ഹെയർ, വസ്ത്രം, ഈ കാര്യങ്ങൾ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. വിലയേറിയ വസ്ത്രം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. ഇവിടെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമാണ്. ഇവിടെ ഒരു കാര്യം ഒന്ന് നിർത്തി പറഞ്ഞിട്ട് പോകാം. ഈ വാക്യങ്ങൾ എടുത്തിട്ട് ആളുകൾ ചോദിക്കും, വാട്ട് അബൌട്ട് എന്ന് ചോദിക്കത്തില്ലേ? അതായത് നിങ്ങൾ ഈ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞു, വാട്ട് അബൌട്ട് യുവർ എക്സ്പെൻസീവ് ഡ്രസ്സസ്, വാട്ട് അബൌട്ട് ബ്രൈഡഡ് ഹെയർ? അപ്പോൾ ഈ വാട്ട് അബൌട്ട് എന്ന് ചോദിക്കുന്നതിന് ഈ പറയുന്ന ഈ അടുത്ത കാലത്ത് ഡെവലപ്പായിട്ടുള്ള ഒരു ടെർമിനോളജി ഉണ്ട്. അത് പറയുന്നത് വാട്ടബോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, വാട്ട് അബൌട്ട് യു. ഇത് ഒരു എസ്കേപ്പിസമാണ്. അതായത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം പഠിപ്പിച്ചിട്ട് മറ്റെന്താ പഠിപ്പിക്കാത്തത്? വാട്ട് അബൌട്ട്? ഉദാഹരണം പറഞ്ഞാൽ ചാനൽ ചർച്ചകൾ കേട്ടിട്ടില്ലേ? ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നു നിങ്ങളുടെ കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ ആ ഒരു സ്പോക്സ് പേഴ്സൺ വന്നിട്ട് അയാൾ ചോദിക്കും, വാട്ട് അബൌട്ട് വെൻ യു വർ ഇൻ റൂൾ? നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് എങ്ങനെ ആയിരുന്നു? അതിന് പറഞ്ഞവരാണ് വാട്ട് അബൌട്ടറി. ഇത് ആശ്വാസ്യമല്ല, ഇത് ഭൂഷണമല്ല. അതായത് ഒരു ബിബ്ലിക്കൽ ഡോക്ട്രിൻ പഠിപ്പിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ കഴിയാതെ മറുന്യായം ഉന്നയിച്ചുകൊണ്ട് ഈ പറഞ്ഞ തർക്കിക്കുവാൻ മാത്രമുള്ള ഒരു പ്രയോഗമായിട്ട് വാട്ട് അബൌട്ട് എന്ന് ചോദിക്കുന്നത് ഭൂഷണമല്ല. അതല്ല ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിന് ഓപ്പണായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്. വേദപുസ്തകത്തെ സമീപിക്കുമ്പോൾ ഇത്തരം ആർഗ്യുമെൻറ്റ്സ് അത് കാണിക്കുന്നത് ദാറ്റ് ഫെലോ ഈസ് നോട്ട് എ പേഴ്സൺ ഹു ഈസ് ടീച്ചബിൾ. നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം സ്വീകരിക്കത്തില്ല. ഹി വിൽ അഗൈൻ റിപ്പീറ്റ് ദ സെയിം ക്വസ്റ്റ്യൻസ്. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, വാട്ട് അബൌട്ട് എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ അപകടകരമാകുന്ന ഒരു കാര്യമാണ്. സോ ഡു നോട്ട് ബി എ പേഴ്സൺ വാട്ട് അബൌട്ടറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആകല്ല്. ഇനി ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. ഇവിടെ ഈ പൊന്നണിയുന്നതും ബ്രൈഡഡ് ഹെയർ അതും ഒക്കെ അവോയ്ഡ് ചെയ്യണം, വിലയേറിയ വസ്ത്രമൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഓക്കെ, ബ്രൈഡഡ് ഹെയർ. എന്താ ഈ ബ്രൈഡഡ് ഹെയർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആരെങ്കിലും പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ 2 മുടി പിന്നിയിടുന്നതിനെ കുറിച്ചാണ് ഈ ബ്രൈഡഡ് ഹെയർ എന്ന് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മുടി പിന്നുന്നത് പാപമായി മാറുമല്ലോ. പിന്നെ ആരോട് പറഞ്ഞതുപോലെ ഈ പാസ്റ്റർമാരുടെ മക്കൾ വരെ ഇപ്പോൾ മുടി പിന്നുന്നില്ലേ? അപ്പോൾ അതാണോ അതിൻ്റെ അർത്ഥം? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കില്ലേ. ആ വ്യാഖ്യാനം ഈ പ്രീ സപ്പോസിഷൻ വെച്ചുള്ള വ്യാഖ്യാനമാണ്. അതായത് നിങ്ങൾ സ്വർണത്തെ മാത്രം ഉപേക്ഷിക്കുന്നല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തിനാ മുടി പിന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ മലയാളം വേദപുസ്തകം എടുത്തിട്ട് ആളുകളെ കളിപ്പിക്കുന്ന വ്യാഖ്യാനം, പ്ലീസ് അത് ചെയ്യരുത്. യു ആർ ഡീലിംഗ് വിത്ത് ഡിവൈൻ തിങ്സ്. ശരിക്കും ആ വാക്കെന്താണ്, അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കെന്താണ്, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് പഠിച്ചു നോക്കിയിട്ട് അതിൻ്റെ മീനിങ് എന്താണ്, കോണ്ടെക്സ്റ്റ്, ആ കാലഘട്ടത്തിൽ ആ സംസ്കാരത്തിൽ ആ പദം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് വേണം ബ്രൈഡഡ് ഹെയർ എന്താണെന്ന് മനസ്സിലാക്കാൻ. ബ്രൈഡഡ് ഹെയർ എന്ന് പറയുന്നത്, അതായത് ഗ്രീക്ക് ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം PLEGMA, പ്ലേഗ്മ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലേഗ്മ എന്ന പദത്തിൻ്റെ PLEGMA പ്രൊനൗൺസ് ചെയ്തത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നിരിക്കും. അത് പറഞ്ഞ് ഇനി വഴക്കുണ്ടാക്കരുത്. പ്ലേഗ്മ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം സംതിങ് ബ്രൈഡഡ്, പ്ലേറ്റഡ് ഓർ വൂവൺ ടുഗദർ. അതായത് പ്ലേറ്റ് ചെയ്തതോ ചേർത്ത് എന്തായാലും പറഞ്ഞത് നെയ്തെടുത്തതോ ആയ എന്തോ ഒരു കാര്യത്തെയാണ് ഈ പ്ലേഗ്മ എന്ന പദം ഗ്രീക്കിൽ
ഉപയോഗിക്കുന്നത്. അതിന് ഈ വേദപുസ്തകത്തിലുള്ള അർത്ഥമെന്താ? തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ പീറ്ററുടെ ലേഖനത്തിലൊക്കെയുള്ള ബ്രേഡഡ് എന്ന തിമോത്തിയോസ് ലേഖനത്തിലുള്ള ബ്രേഡഡ് എന്ന പദത്തിൻ്റെ അർത്ഥം അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റെഫറിങ് ടു എലാബറേറ്റ് inter-tinted hairstyles. Historically, this phrase described intricate hairdos adorned with gold, pearls, or jewels, often symbolizing wealth and high status in antiquity. ശ്രദ്ധിച്ചു കേട്ടല്ലോ നിങ്ങൾ. ബ്രേഡഡ് ഹെയർ എന്ന് പറഞ്ഞാൽ മുടി വെറുതെ പിന്നുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനോട് ചേർത്ത് നെയ്ത് ചേർത്തതുപോലെ നെറ്റോ അല്ലെങ്കിൽ സ്വർണമോ പേളോ വെള്ളിയോ ഒക്കെ ചേർത്തുകൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ ഈ മുടിക്ക് ഇടയിലൊക്കെ ചേർത്ത് വെക്കുന്ന വളരെ എക്സ്പെൻസീവായിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു വ്യക്തിയുടെ ധനത്തിൻ്റെ ആ ഒരു ആഢ്യത്വം വെളിപ്പെടുത്താനുള്ള തരത്തിൽ പിന്നുന്ന മുടിക്ക്, ഡെക്കറേറ്റ് ചെയ്യുന്ന മുടിക്കാണ് ഇവിടെ വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ പദം ഫ്ലേഗ്മ എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും ഒരു കൊച്ച് മുടിയൊന്ന് ചീകി വൃത്തിയായിട്ട് കെട്ടിവെച്ചിരിക്കുന്നതിനെക്കുറിച്ചല്ല അത് പറയുന്നത്. ഇവിടെ വിമർശിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കായിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള ഒരു സമ്പ്രദായം. അതായത് പണത്തിൻ്റെ പെരുപ്പം കാണിക്കാൻ വേണ്ടി ഇപ്പോഴുമില്ലേ, ഇപ്പോഴും ചില കൾച്ചറുകളിലൊക്കെ മുടി പിന്നുന്ന സ്റ്റൈല് കണ്ടാൽ അല്ലേ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ആഫ്രിക്കൻ ആളുകളുടെ ഇടയിലൊക്കെ ഉള്ള മുടി പിന്നലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്തരത്തിലുള്ള മുടി പിന്നലിന് പറയുന്ന, ഡെക്കറേഷന് പറയുന്ന, ഈ പറഞ്ഞ പോലെ അമിതമാകുന്ന ഡെക്കറേഷന് പറയുന്ന പേരാണ് ഇവിടെ ഉപയോഗിക്കുന്ന ബ്രേഡഡ് എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലാതെ ആരെങ്കിലും ചെറുതായി മുടി പിന്നുന്നതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ഇനി വിലയേറിയ വസ്ത്രം. ഇവിടെ ദ ക്വസ്റ്റ്യൻ ഈസ്, വിലയേറിയത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനോ എൻ്റെ കുടുംബമോ ഞങ്ങൾ ആരും വിലയേറിയ വസ്ത്രം ഉപയോഗിക്കുന്നവരല്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിന് ഒരു 400-450 രൂപ വിലയുണ്ട് എൻ്റെ ഈ ഷർട്ടിൻ്റെ വില. ഞാനിടുന്ന പാൻസ് 1000 രൂപയിൽ കുറഞ്ഞതായിരിക്കും. ഏത് സമയത്തും ഞാൻ ഡിസ്കൗണ്ട് 50% സെയിലുള്ളപ്പോഴാണ് ഡ്രസ്സ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രൗസേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിരിക്കും. ഞാൻ എടുക്കുന്ന ബ്രാൻഡിൻ്റെ സെയിൽ വരുമ്പോഴേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ എനിക്ക് ഭയങ്കര ഐ എം പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. ഒരു 14,000 15,000 റുപ്പീസിൽ മേളിലുള്ള മൊബൈൽ ഞാൻ വാങ്ങത്തില്ല. ഞാൻ സാധാരണ മൊബൈലേ ഉപയോഗിക്കത്തുള്ളൂ. എനിക്ക് ഇത് മതി. ഞാൻ ഐപാഡോ ഒന്നും ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ കയ്യിൽ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഐപാഡല്ല കേട്ടോ, അതായത് ആപ്പിളിൻ്റെ സംഭവമല്ല. അത് വളരെ ഒരു കുഞ്ഞു കമ്പനി, ലെനോവ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്കൗണ്ടിൽ എനിക്ക് കിട്ടിയത് നിങ്ങൾ വിശ്വസിക്കത്തില്ല, 6000 ചില്ലുവാനം രൂപയ്ക്ക് കിട്ടിയ ഒരു ടാബ്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്ന ഡ്രസ്സസ് ഈ പറഞ്ഞതുപോലുള്ള റേഞ്ചിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സ്പെൻസീവ് ഡ്രസ്സ് എന്ന് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? പെന്തക്കോസ്തുകാരെല്ലാം വലിയ എക്സ്പെൻസീവ് ഡ്രസ്സ് ഇടുന്നു. പെന്തക്കോസ്തുകാരെല്ലാം വലിയ എക്സ്പെൻസീവ് ഡ്രസ്സ് ഇടുന്നു. ഇനി ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഞാനൊരു കോട്ട് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കോട്ടുകളെല്ലാം 1000-1200 രൂപയുടെ റേഞ്ചിലുള്ളതാണ് എൻ്റെ കോട്ടുകളെല്ലാം. അപ്പോൾ നിങ്ങൾ പറയും ബോംബെയിലായതുകൊണ്ട് വില കുറച്ച് കിട്ടുന്നതാണ്. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, നമ്മുടെ പെന്തക്കോസ്തുകാർ, എനിക്കറിയില്ല, ചിലരൊക്കെ ഉണ്ടാകാം ഈ പറഞ്ഞതുപോലെ 10-15 ലക്ഷം രൂപയുടെ വസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ആഡംബരത്തിൽ ജീവിക്കുന്നവരുണ്ടോ? 15 ലക്ഷം പോട്ടെന്നേ, 10,000, 25,000, 30,000 രൂപയുടെ വസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ടോ? ചിലരുണ്ടാകാം. പക്ഷേ അതിൻ്റെ അർത്ഥം, ആരെങ്കിലും ഉപയോഗിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഡോക്ട്രിൻ തെറ്റാണെന്നല്ല. വേദപുസ്തകം സിംപ്ലിസിറ്റിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകം ആഡംബര ജീവിതത്തെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ, ലാസ്റി മാത്യു പറയുന്നത് പോലെ, ഇവിടുത്തെ ചൂടും വേണം, അവിടുത്തെ നിപ്പും വേണം എന്നൊക്കെ പറയുന്നവർക്ക് പറഞ്ഞത്, ഇത് അല്പം ഇഷ്ടമില്ലാത്തൊരു വ്യാഖ്യാനമായിരിക്കാം. വേദപുസ്തകത്തിൻ്റെ സ്പിരിറ്റ് ഇതാണ്. ഇനിയും ഒരു ഭാഗം പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടത് അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
ചർച്ച് ട്രഡീഷൻ എന്താണെന്ന് നോക്കുക. ചർച്ച് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ 100 വർഷം പഴക്കമുള്ള പെന്തക്കോസ്തിൻ്റെ ട്രഡീഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചർച്ച് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 2000 വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ട്രഡീഷൻ എന്താണ്, ഡോക്ടറിൻ രൂപപ്പെടാനത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി സമയം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ചർച്ച് ഹിസ്റ്ററി മുഴുവൻ പഠിച്ചു നോക്കിയാൽ വി ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റും എന്തായിരുന്നു ഓർണമെൻറ്റ്സിനെ കുറിച്ച്, എന്തായിരുന്നു ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ അപ്പോസ്റ്റോലിക് ഫാദേഴ്സിൻ്റെ റൈറ്റിങ്സ് ഒക്കെ പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം കേട്ടോ. ഈ 2nd സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രസിദ്ധനാകുന്ന ഒരു തിയോളജിയനായിരുന്നു തെർത്തുല്യൻ എന്ന് പറയുന്ന തിയോളജിയൻ. തെർത്തുല്യൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്നും അവൈലബിളാണ് കേട്ടോ. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, തെർത്തുല്യൻ ആൻറ്റി നിസിയൻ ഫാദേഴ്സ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആൻറ്റി നിസിയൻ ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ AD 325 നടന്ന നിക്കിയ സുനദോസ് അല്ലെങ്കിൽ ചർച്ച് കൗൺസിൽ, അതിൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന സഭാപിതാക്കന്മാരെ വിളിക്കുന്ന പേരാണ് ആൻറ്റി നിസിയൻ ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റി നിസിയൻ ഫാദേഴ്സിൻ്റെ റൈറ്റിങ്സൊക്കെയുള്ള അതിൻ്റെ ട്രാൻസ്ലേഷൻസൊക്കെ ഫ്രീ ആയിട്ട് വെബിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിനുവേണ്ടി പണ്ടൊക്കെ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, അത് പുസ്തകം വാങ്ങിക്കണമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഓപ്പണായിട്ട് പല ലൈബ്രറീസിലും വെബിലും അവൈലബിൾ ആണ്. ഈ തെർത്തുല്യൻ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ, ഇദ്ദേഹം ഒരു സഭാപിതാവാണ്. സഭാപിതാവ് എന്ന് പറയുമ്പോൾ അല്പം ചരിത്ര പശ്ചാത്തലം കൊണ്ട് പറഞ്ഞതേ മനസ്സിലാകത്തുള്ളൂ. ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോസ്റ്റോൾസ് ആയിരുന്നു. 12 അപ്പോസ്തലന്മാർ അല്ലേ, പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്റ്റോൾസ് ആയിരുന്നു ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ ലീഡർഷിപ്പ്. അത് അപ്പോസ്തോലിക കാലഘട്ടം, അപ്പോസ്തോലിക് പീരീഡ് എന്നാണ് അറിയപ്പെട്ടത്. അപ്പോസ്റ്റോൾസ് ഒന്നായിട്ട് മരിച്ചു മാറിയപ്പോൾ അടുത്ത ജനറേഷൻ ലീഡർഷിപ്പ് എഴുന്നേറ്റു. അവരെ വിളിക്കുന്നത് അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് അപ്പോസ്തോലന്മാരുമായിട്ട് ഡയറക്റ്റ് കണക്ഷനിലുള്ള ആളുകൾ, പക്ഷേ അപ്പോസ്തോലിക് പീരീഡിലുള്ളവരല്ല, നെക്സ്റ്റ് ജനറേഷൻ ലീഡർഷിപ്പാണ്. ഇവരെ വിളിക്കുന്നത് അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ പോളികാർപ്പ് ഒരു അപ്പോസ്തോലിക് ഫാദർ ആയിരുന്നു. അദ്ദേഹം യോഹന്നാൻ അപ്പോസ്തലനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്ന ആളാണ് പോളികാർപ്പ്. അപ്പോൾ ആ പോളികാർപ്പിന് ശേഷം അടുത്ത ജനറേഷൻ ലീഡർഷിപ്പിനെ വിളിക്കുന്ന പേരാണ് ചർച്ച് ഫാദേഴ്സ്. അപ്പോസ്റ്റോൾസ്, അപ്പോസ്തോലിക് ഫാദേഴ്സ്, ദെൻ ദ ചർച്ച് ഫാദേഴ്സ്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ 3-ാം തലമുറ ലീഡർഷിപ്പാണ് ഈ ചർച്ച് ഫാദേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രമുഖനാകുന്ന ഒരു ചർച്ച് ഫാദറാണ് തെർത്തുല്യൻ. തെർത്തുല്യൻ തൻ്റെ റൈറ്റിങ്സിൽ, തെർത്തുല്യൻ്റെ ഒരു ബുക്ക് ഫുള്ള് അദ്ദേഹം ബാപ്റ്റിസത്തെക്കുറിച്ചും ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. തെർത്തുല്യൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആദ്യം അതിനൊരു സമ്മറി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഇത് പൂർണ്ണമായിട്ട് ആ പുസ്തകം മുഴുവൻ വായിക്കാനൊക്കത്തില്ല, നിങ്ങൾ തന്നെ അത് വായിച്ചു കൊള്ളുക. 1-ാമത്തെ ചാപ്റ്റർ മുതൽ തെർത്തുല്യൻ വിശദീകരിക്കുന്നുണ്ട് ഈ ആഭരണധാരണം അത് എന്തുകൊണ്ട് തെറ്റാണ്. തെർത്തുല്യൻ്റെ വാദഗതികൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ആഭരണത്തെ അനുകൂലിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വിയറിങ് ഓർണമെൻറ്റ്സ്, ദ ഒറിജിൻ ഓഫ് വിയറിങ് ഓർണമെൻറ്റ്സ്, ആഭരണധാരണം തുടങ്ങിയത് ഇറ്റ്സ് ഫ്രം ഫോളൻ ഏഞ്ചൽ എന്നാണ് സഭാപിതാവാകുന്ന തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിലെ അപ്പച്ചന്മാർ കണ്ടുപിടിച്ചൊരു ഡോക്ടറിനൊന്നുമല്ല കേട്ടോ. അങ്ങനൊക്കെ ഇത് കേരളത്തിലെ പെന്തക്കോസ്തുകാരുടെ പാരമ്പര്യമാണെന്നൊക്കെ വാദിച്ച് ഈ ഒരു ഡോക്ടറിനെ നിഗ്ലക്റ്റ് ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ പലരും ശ്രമിക്കുന്നു. സങ്കടമാണ്. ചരിത്രത്തെ വക്രീകരിക്കുവാൻ, ചരിത്രത്തെ മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങൾ വേദപുസ്തകം, പ്രത്യേകിച്ചും വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കേണ്ടതുപോലെ വ്യാഖ്യാനിക്കണം, നമ്മുടെ പ്രീ സപ്പോസിഷൻ വെച്ച് വ്യാഖ്യാനിക്കരുതെന്ന് വാദിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരുപക്ഷെ കേരളത്തിലുള്ള സകല പെന്തക്കോസ്തുകാരും നാളെ ആഭരണം ഇടാൻ തയ്യാറായി തീർന്നാലും ഈ ഡോക്ടറിനൊക്കെ ഒരു മാറ്റവുമില്ല. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഡോക്ടറിനൊന്നുമല്ല. ഇതങ്ങ് 1-ാം നൂറ്റാണ്ട് മുതൽ സഭയ്ക്കകത്തുള്ള സഭയുടെ ഡോക്ടറിനാണ്. പൗലോസ്, പീറ്റർ, ഞാൻ 2nd സെഞ്ച്വറിയിൽ പറയുന്ന തെർത്തുല്യൻ്റെ കാര്യമാണ്. തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേഗത്തിൽ പറയാം, ഇത് ഒത്തിരി നീണ്ടുപോകാതെ, ഇനി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, വേഗത്തിൽ ഞാൻ പറയാം. ദ മീനിങ് ഓഫ് പോംബ്, തെർത്തുല്യൻ പറഞ്ഞു, ബിഫോർ എൻറ്ററിങ് ദ വാട്ടർ കാൻഡിഡേറ്റ് സോളംലി പ്രൊഫസ് ടു ഡിസോൺ ദ ഡെവിൾ ആൻഡ് ഹിസ് പോംബ് ആൻഡ് ഹിസ് ഏഞ്ചൽസ്. സ്നാനജലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഈ സ്നാനപ്പെടാൻ വരുന്ന ആൾ പിശാചിനെയും അവൻ്റെ പോംബ്, അവൻ്റെ ആഡംബരം, അവൻ്റെ
പോമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ആ അർത്ഥമുള്ളത്. ആ ഒരു ആഡംബര ജീവിതം, അവൻ്റെ ആഡംബരത്തെയും പിശാചിൻ്റെ ദൂതന്മാരെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറയണം. ഇന്നും ഈ മാമോദീസയൊക്കെ നടക്കുമ്പോൾ സാത്താനെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ ഏറ്റുപറയുന്നില്ലേ? ഇത് ഒക്കെ ആദിമസഭയിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ദ ഡെവിൾ ആൻഡ് ഹിസ് പോംബ് ആൻഡ് ഹിസ് ഏഞ്ചൽസ്. ഇപ്പോൾ തെർത്തുല്യം പറയുന്നത്, ഒരാൾ സ്നാനപ്പെടാൻ വരുമ്പോൾ അവനെന്ത് ചെയ്യണം? അവർ പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും അവൻ്റെ ഏഞ്ചൽസിനെ ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറയണം. അടുത്ത സെൻറ്റൻസ്, ദ മീനിങ് ഓഫ് പോംബ് ഫോർ തെർത്തുല്യൻ, ദിസ് പോംബ് സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ് ദ എലോബറേറ്റ് ഡ്രസ്, jewelry and public spectacles of the heathen world. He argues that at baptism a Christian enters a new law and must strip away the old lifestyle associated with idolatry. അതായത് പഴയ ജീവിതത്തിൽ നിന്ന്, പഴയ ജാതി ആചാരങ്ങളിൽ നിന്ന് ഒക്കെ മാറി ഒരു പുതിയ മാർഗത്തിലേക്കുള്ള പ്രവേശനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ തെർത്തുല്യം പറയുന്നു, ഇത് വിഗ്രഹാരാധനയിൽ നിന്നുള്ള ഒരു വേർപെടൽ കൂടിയാണ്. ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. വിഗ്രഹാരാധന ആഭരണവുമായിട്ട് എന്താ ബന്ധമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുകൂടെ പറഞ്ഞെങ്കിലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ തെർത്തുല്യൻ പറയുന്നത്, ഡ്രസ്സ്, ജ്വല്ലറി, പബ്ലിക്കലി ജാതികളെപ്പോലെയുള്ള എന്തൊക്കെ നമുക്കുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നാം ഒരു പുതിയ സമർപ്പിത ജീവിതം ആരംഭിക്കുന്നതാണ് സ്നാനം. അപ്പോൾ പിശാചിൻ്റെ ഉരുപ്പടികളിൽ പോമ്പെന്ന് പറയുന്നത് എന്താണെന്ന് തെർത്തുല്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീണുപോയ ദൂതന്മാരുടെ ചരക്കാണ് ഈ ഓർണമെൻറ്റ്സ് ഇടുന്നതെന്നാണ് തെർത്തുല്യൻ പറഞ്ഞത്. ഒരു പുസ്തകം ഫുള്ള് ഇതിനെക്കുറിച്ച് എഴുതി കേട്ടോ. അപ്പോൾ ഇതൊന്നും ചരിത്രത്തിൽ ഇല്ലാത്തതല്ല, ഇത് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതാണ്, ഇത് ക്രിസ്ത്യൻ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഇനിയും എവിഡൻസ് കിട്ടും. പക്ഷേ വിശദീകരണ ഭയം കൊണ്ട് ഞാൻ ഇപ്പം ആ വിഷയം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊണ്ടുവരാം. കാരണം ഇത് കടൽ പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. അടുത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കിടക്കുകയാണ്. വിഗ്രഹാരാധനയും ഈ പറഞ്ഞ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഇത്തരം കാര്യങ്ങൾ, ആഭരണങ്ങളുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? നമുക്കറിയാമല്ലോ, ഈ യാക്കോബ് കരുവേലകത്തിൻ്റെ ചോട്ടിൽ കൊണ്ട് വിഗ്രഹങ്ങൾ ആഭരണങ്ങൾ കുഴിച്ചിടുന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ റെഫറൻസ് ഉണ്ട്. അത് കുഴിച്ചിടാനുള്ള പ്രധാന കാരണം ആ ആഭരണങ്ങൾക്ക് വിഗ്രഹങ്ങളോടുള്ള ബന്ധമാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂവൻ കാര്യമാണ്. അതല്ലാതെ വെറുതെ കൊണ്ട് ആഭരണങ്ങൾ കുഴിച്ചിട്ടതല്ല. കാരണം ആ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ തന്നെ വിഗ്രഹങ്ങളായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊരു ഫൗണ്ടേഷനുണ്ട്. എന്താ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഈ പുരാതന കാലത്ത് മെസൊപ്പൊത്തേമിയ എന്ന് പറയുമ്പോൾ ദ ലാൻഡ് ഇറ്റ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇടയിലുള്ള ആ ഒരു ലാൻഡിലാണ് എല്ലാ റിലീജിയനും ഒറിജിനേറ്റ് ചെയ്തത് കേട്ടോ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഒക്കെ എടുത്തിട്ട് ഒറിജിൻ ഓഫ് റിലീജിയൻ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഭാഗത്ത് മെസൊപ്പൊത്തേമിയ, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചിറക്കിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഊരിലാണ് ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തത്. ലോകമതങ്ങളൊക്കെ ഒറിജിനേറ്റ് ചെയ്തത് ഊരിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഹിന്ദുയിസത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ശരിക്കും മെസൊപ്പൊത്തേമിയയിലാണ്. ആര്യൻ കുടിയേറ്റം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കാലഘട്ടത്തിൽ ആളുകൾ ഈ ആര്യൻ കുടിയേറ്റത്തൊക്കെ നിഷേധിക്കുന്നുണ്ട്. അതിനൊക്കെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. പുതിയ കാലഘട്ടത്തിൻ്റെ, പുതിയ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുന്ന ചരിത്രം അത് പറയുന്നത് ഈ പറഞ്ഞ ആര്യൻ കുടിയേറ്റം, സിന്ധു നദീതട നാഗരികതയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ അങ്ങ് മെസൊപ്പൊത്തേമിയയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ ഈ മെസൊപ്പൊത്തേമിയയിൽ റിലീജിയൻസ് ഉത്ഭവിക്കുന്ന കാലഘട്ടത്തിൽ ആഭരണങ്ങൾക്ക് ഇറ്റ് വാസ് ടോട്ടലി കണക്റ്റഡ് വിത്ത് ഐഡൽ വർഷിപ്പ്. ആഭരണങ്ങൾ വിഗ്രഹാരാധനയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാത് കുത്തുക എന്നുള്ളത് ഇന്ന് കാലത്തും അത് ഒരു അടിമ വെക്കലിൻ്റെ ആചാരമാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഒത്തിരി ആണുങ്ങളെ നമുക്ക് കാണാം, ആഭരണമൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ കാതിൽ ഒരു ഗഴുത്തിയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ വ്യക്തിയെ ഏതോ ഒരു അവരുടെ ഒരു കുലദേവതയ്ക്ക്, ദൈവത്തിന് അടിമ വെച്ചിരിക്കുകയാണ്. ഈ പണ്ട് വേദോസത്തിലൊരു കാര്യമില്ലേ, ഈ പറഞ്ഞ ഒരു അടിമയെ കൊണ്ടുപോയി കതകിൻ്റെ കട്ടളയ്ക്ക് ചേർത്ത് വെച്ചിട്ട് കാത് കഴിച്ച് അവനെ
സ്ഥിരമായിട്ട് അടിമയാക്കുന്ന ഒരു പ്രക്രിയയില്ലേ. ഇറ്റ്സ് ഫ്രം എ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് ടൈം. ആ സമയത്ത് ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ദൈവത്തിന് ആളുകളെ അടിമ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാത് കഴിച്ചതും ആ ആഭരണങ്ങൾ ഇട്ടതും ഒക്കെ അതിൻ്റെ പാർട്ടാണ്. ഈ മാലയെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ ജസ്റ്റ് എനിക്ക് വിശദീകരിക്കാൻ പറ്റുകയില്ല, ഇതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ഒറിജിൻ ഓഫ് ഓർണമെൻറ്റ്സ് ആൻഡ് ദ റിലേഷൻ ഓഫ് ഓർണമെൻറ്റ്സ് വിത്ത് ഐഡിയൽ വർഷിപ്പ് എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണെന്നറിയോ, ഈ മാല ഒക്കെ അതൊക്കെ പ്രത്യേക വിശ്വാസങ്ങളായിരുന്നു, അത് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നെന്ന് അവർ വിശ്വസിക്കുമായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ താലിമാലയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ടവർ റെഫർ ചെയ്യുന്ന എനിക്ക് കേൾക്കുവാനിടയിൽ തോന്നുന്നു. ഈ താലിമാല എന്ന് പറയുന്ന സംഭവം പോലും, ആ താലി എന്ന് പറയുന്നത് പോലും ഒത്തിരി പല ഈ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആലിലത്താലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ ഈ ചില താലിയുടെ അത് സർപ്പത്തിൻ്റെ തലയുടെ ഷേപ്പാണ്. അങ്ങനെ പല ടൈപ്പ് താലികൾ തന്നെ നമ്മുടെ കൾച്ചറിലില്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ഐഡിയൽ വർഷിപ്പുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ള സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളായിട്ടുള്ളവർ ഇത്തരം സംഭവങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആവശ്യമില്ലാതെ പിശാചിൻ്റെ ക്ലെയിം നമ്മുടെ മേൽ ഉണ്ടാകരുത്. പരിചിത വസ്തുക്കൾ എന്ന് പറയും, ഫെമിലിയർ ഒബ്ജക്ട്സ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാമെന്ന്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആൾ പുതുതായിട്ട് വന്നപ്പോൾ, പിന്നെ അങ്ങ് ഗുജറാത്തുകാരനാണ് കേട്ടോ, ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണ്ടെങ്കോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ക്രോസ് ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു ക്രോസ് ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ക്രോസ് ലോക്കറ്റ് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു അസോസിയേറ്റ് പാസ്റ്റർ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു വിട്ടു. ഇത് എനിക്ക് വേണ്ട, ഇത് കളഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം ഒരു ഡോക്ടറിന് അദ്ദേഹത്തെ പഠിപ്പിച്ചു, അങ്ങനെയുള്ള ഏത് ഐഡിയൽ വെക്കുന്നതും അത് നിങ്ങൾക്ക് ശാപകരമാണ്. ഒത്തിരി ക്രിസ്തീയ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് കേട്ടോ. നൂറുകണക്കിന് ആളുകളിൽ നിന്ന് പൈശാചിക ശക്തികളെ പുറത്തിറക്കിയ അനുഭവം ഞങ്ങൾക്കുണ്ട്. ആ അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ചില പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ട്. പിശാച് ക്ലെയിം ചെയ്യുന്ന പല മേഖലകൾ ഞങ്ങൾക്ക് ആ വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രോസ് ലോക്കറ്റ്, അപ്പോൾ നിങ്ങൾ ഇരിക്കും ക്രോസ് ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിലെ അതിനകത്ത് എങ്ങനെ പ്രശ്നം വരുന്നത്, അതൊക്കെ വരും കേട്ടോ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്ന് സമയമില്ല. മറ്റൊരു വീഡിയോയിൽ വിഷയം ഇന്ന് ഈ ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് മറ്റൊരു ദിവസം നമുക്ക് ഈ പൈശാചിക മണ്ഡലത്തെക്കുറിച്ചൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ലോക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ആ അസോസിയേറ്റ് പാസ്റ്റർ, അദ്ദേഹം സ്വർണ്ണപ്പണിക്കാരനാണ് കേട്ടോ. ഞങ്ങളുടെ ചർച്ചിൽ 6 സ്വർണ്ണപ്പണിക്കാരുണ്ട്. സ്വർണ്ണപ്പണിക്കാരെന്ന് പറയുമ്പോൾ ചിലർ ഡയമണ്ട് ജുവലറിയുടെ ബിസിനസ് ചെയ്യുന്നവരാണ്. എല്ലാം കൂടി 6 ഫാമിലി ഞങ്ങളുടെ ചർച്ചിൽ സ്വർണ്ണമോ ഡയമണ്ടുമായിട്ട് റിലേറ്റഡ് ഉണ്ട്. ആ കഥ പിന്നീട് ഞാൻ പറയാം. ഇന്ന് സമയം കുറവാണെങ്കിൽ അടുത്ത ദിവസം പറയാം. കാരണം ഇതെല്ലാം പറഞ്ഞേ പറ്റത്തുള്ളൂ, ഈ കഥകൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സ്വർണ്ണപ്പണിക്കാരുള്ള ചർച്ചിലെ പാസ്റ്ററാണ് ഓർണമെൻറ്റ്സിനെതിരെ സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കണം, എൻ്റെ ചർച്ചിനെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. നോർത്ത് ഇന്ത്യയിലെ പാസ്റ്ററാണ് കേട്ടോ. ഈ 6 സ്വർണ്ണപ്പണിക്കാരും മലയാളികളല്ല കേട്ടോ, നോർത്ത് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ളവരാണ്. ആ കഥ നിങ്ങൾ കേട്ടേ പോകാവുള്ളൂ. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എങ്ങനെയാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപദേശം മാറ്റമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ അതൊന്ന് പറഞ്ഞു തരാം ഈ വീഡിയോയുടെ അവസാനം. എന്താണെങ്കിലും പറഞ്ഞു വരട്ടെ. ഞങ്ങളുടെ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്റർ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് ആസിഡിൻ്റെ അകത്തിട്ടു, അത് ഉരുക്കാനോ ക്ലീൻ ചെയ്യാനോ വടവർ. അതേ സെക്കൻഡിൽ തന്നെ ആ സ്വർണം അവിടെ ഇട്ടപ്പോൾ തന്നെ ഈ ഗുജറാത്തിലുള്ള മനുഷ്യൻ്റെ ഭാര്യയുടെ അകത്തിരുന്നത് ദുഷ്ടശക്തി പുറത്തു വന്നു, പൈശാചിക ബന്ധനം പുറത്തു വന്നു. കാരണം ആ അന്ധകാര ശക്തി ക്ലെയിം ചെയ്തിരുന്നത് ഈ ഫെമിലിയർ ഒബ്ജക്റ്റിൻ്റെ മേലാണ്. അപ്പോൾ വിഗ്രഹാരാധനയുമായിട്ട് സ്വർണത്തിനും ഇങ്ങനെയുള്ള ഓർണമെൻറ്റ്സിനും ബന്ധമുള്ളത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഫെമിലിയർ ഒബ്ജക്റ്റുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ പൗരാണികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഭരണത്തിൻ്റെ മേലുള്ള പൈശാചികമാകുന്ന ഫെമിലിയാരിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളിവിടെ അമ്മച്ചിയുടെ സ്വർണ്ണമായിരുന്നു, അമ്മച്ചിയുടെ സ്വർണ്ണം ഏതൊക്കെ വഴിക്കൂടെ വന്നെന്ന് അറിയില്ല കേട്ടോ. ആ സ്വർണ്ണം ഉരുക്കിയെടുത്ത് വേറെ ആക്കിയിട്ട് വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു ഫെമിലിയർ ഒബ്ജക്റ്റാണ്. പിശാചിന് ക്ലെയിം ചെയ്യാൻ പ്രത്യേകിച്ച് ലീഗൽ ഇതൊന്നും വേണ്ട കേട്ടോ. അത് നിയമപരമായിട്ട് അങ്ങനെയല്ല എന്നൊന്നും പിശാച് പറയത്തില്ല. അവനൊരു നാണവുമില്ലാത്തവനാ, അവൻ എന്തിൻ്റെ മേലും ക്ലെയിം ചെയ്യുന്നവനാ. ബി കെയർഫുൾ. ഇതൊരു അനുഗ്രഹത്തിന് വേണ്ടി പറഞ്ഞു തരികയാണ്. അപ്പോൾ യാക്കോബിൻ്റെ സ്വർണം കരുവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടത് അത് ഐഡിയൽ വർഷിപ്പുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വേദവസത്തിലെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലും ഐഡിയൽ വർഷിപ്പുമായിട്ട് കാളക്കുട്ടി ഉണ്ടാക്കിയതിനും ഈ സ്വർണ്ണമാണ് ഉപയോഗിച്ചത്. അതാണ് ഈ എസേക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സ്വർണം മലമായി
ചവിട്ടേണ്ടി വരും. കാരണം അവിടെ ഈ ആഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്, വെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ഈ പലരും ഉദ്ധരിക്കുന്ന കുറേ വാക്യങ്ങളുണ്ടല്ലോ, സ്വർണ്ണം ഇടാവുന്ന സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളുണ്ടല്ലോ, അതെല്ലാം പറയുന്നത് വെൽത്തിനെ കുറിച്ചാണ്. സ്വർണ്ണമോ വെള്ളിയോ ഒക്കെ ഭൂമിയിൽ അന്നും ഇന്നുമൊക്കെ വെൽത്തിൻ്റെ ഒരു മാനദണ്ഡമാണ്. അബ്രഹാമിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇറ്റ്സ് വെൽത്ത്. ഇന്ന് കാലത്തും വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ട്, ഈ കറൻസി നോട്ടിന് എന്താ മൂല്യം? ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, കറൻസി നോട്ട് ചുമ്മാ അതങ്ങ് അടിച്ചിറക്കിയാൽ പോരെ, ആളുകൾക്കെല്ലാം അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ കാലത്ത്, എനിക്കറിയത്തില്ല ഇപ്പോഴെങ്ങനെയാണെന്ന്, പണ്ടൊക്കെ കാലത്ത് ഒരു കറൻസി നോട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് തുല്യമായ സ്വർണം റിസർവ് ബാങ്കിൻ്റെ അകത്ത് ഗവൺമെൻറ് കെട്ടിവെച്ചിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിന് മൂല്യം കൊടുക്കുന്നത് സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണം, ഗോൾഡ് വെൽത്തിൻ്റെ ഒരു മാനദണ്ഡമാണ്. ആ എക്കണോമിക്കൽ സിസ്റ്റം മാറിയോന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനത് അപ്ഡേറ്റഡ് അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, വെൽത്ത് എന്ന നിലയിൽ ഗോൾഡ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് അത് ആഭരണം ഉപയോഗിക്കുന്നതിന് അനുകൂലമാക്കുന്ന വാക്യമാക്കി മാറ്റുന്നത് ഈ ഒരു പ്രീ സപ്പോസിഷൻ കൊണ്ടാണ്. ചെറിപ്പിക്കിംഗ് ആണ്, സെലക്റ്റീവ് റീഡിംഗ് ആണ്. അത് ആത്മാർത്ഥതയോടുകൂടെ സത്യമറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള റീഡിംഗ് അല്ല. പ്ലീസ് ബി കെയർഫുൾ, യു ആർ ഡീലിംഗ് വിത്ത് ഡിവൈൻ തിങ്സ്, ഡു നോട്ട് പ്ലേ വിത്ത് ഹോളി തിങ്സ്. ദൈവത്തിൻ്റെ വചനമാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ആ കാര്യത്തിൽ അല്പം ക്രിട്ടിക്കലായിട്ട് തന്നെ പഠിക്കണം, ജഡ്ജ് ചെയ്ത് തന്നെ പഠിക്കണം, അല്പം എക്സജറ്റിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ച് തന്നെ പഠിക്കണം. അപ്പം വിഗ്രഹാരാധനയുമായിട്ടുള്ള ബന്ധം ഇത് പറയുമ്പോൾ ഒരു ചെറിയ അനുഭവം പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താ അനുഭവം എന്നറിയാം, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി പേര് വന്നിട്ട് എന്നോട് കമൻറ്റൊക്കെ ഇട്ടു, അങ്ങനെ ഇങ്ങനെ നിങ്ങളൊരു ട്രഡീഷണൽ ആളാണ്, അല്ലെങ്കിൽ വടവർ പഴയ അപ്പച്ചന്മാരുടെ കാലം എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. അങ്ങനെയൊന്നുമുള്ള ആളല്ല ഞാൻ കേട്ടോ. എൻ്റെ ഡോക്ടറിനെ കുറിച്ച് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്താണ് എൻ്റെ സ്റ്റാൻഡ് ഓർണമെൻറ്റ്സിനെ കുറിച്ചൊന്നും ഉള്ളതെന്ന് എൻ്റെ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുൻപോട്ട് പറയാം. അതുവരെ ഒന്ന് ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. ഇതുവരെ ഞാൻ പാക്കറ്റ് ഫുള്ള് തുറന്നിട്ടില്ല പ്രിയമുള്ളവരെ, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രിയമുള്ളവരെ. അപ്പോൾ എനിക്കൊത്തിരി വിഷമം വന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ദേവദാസന്മാർക്കെതിരെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കർത്താവ് ഉപയോഗിക്കുന്ന ദേവദാസന്മാർ, അവരൊക്കെ വൈഡ് സ്കെയിൽ ഉപയോഗിക്കുന്ന ദേവദാസന്മാരല്ലേ, അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറയാൻ ഇഷ്ടമുള്ളവനല്ല. ഈ കഴിഞ്ഞ ദിവസം പലരും എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇന്ന വിഷയം എന്താ പാസ്റ്റർ പറയാത്തത്? ഞാനങ്ങനെ പറയത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്. അണ്ടിൽ ആൻഡ് അൺലെസ് ഈസ് നോട്ട് ഹാവിങ് എ ഡോക്ട്രിനൽ ആസ്പെക്റ്റ്. ഞാനങ്ങനെ കയറി ഇടപെടുന്ന ഒരു വ്യക്തിയല്ല. ഡോക്ടറിനാകുമ്പോൾ ഡോക്ടറിനെക്കുറിച്ച് ആശയ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് വലിയ വിഷമം തോന്നിയിട്ട് ഞാനൊരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ, ആ വീഡിയോ ഇട്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാനൊരു തെറ്റ് ചെയ്തോ? ആ വീഡിയോ ഇട്ടത് തെറ്റായിപ്പോയോ? എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരണം, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യം, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ദൈവത്തോട് ചോദിച്ച് ആലോചന പ്രാപിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. കർത്താവേ എനിക്കൊരു വചനം തരണം, എനിക്ക് കൺഫേം ആകണം ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ. തെറ്റാണെങ്കിൽ ഞാൻ പബ്ലിക്കലി വന്ന് ക്ഷമ ചോദിക്കും. ഞാൻ പറയും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ദൈവജനത്തിനെതിരായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഒരു കാരണവശാലും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ തലമുറയ്ക്കും ദോഷമുണ്ടാക്കുന്നൊരു കാര്യം, സ്പെഷ്യലി ദൈവജനത്തിനെതിരായിട്ട് ഞാൻ സംസാരിക്കത്തില്ല. അതെൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് തുറന്നു പറയണം, കർത്താവേ എനിക്കൊരു വചനം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രീതി എങ്ങനെയാണെന്നറിയാമോ, ഈ സാധാരണ ഈ ആളുകൾ ഈ വചനം തരണം എന്ന് പറഞ്ഞിട്ട് വേദോസം തുറന്നിട്ട് ഇങ്ങനെ കുത്തത്തില്ലേ, ആ പരിപാടി ഞാൻ ചെയ്യത്തില്ല. കാരണം അത് അല്ല ശരിയായ മെത്തേഡ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കർത്താവിൻ്റെ കൃപയാൽ 32 വർഷം മിനിസ്ട്രി ചെയ്യുന്നു. ഞാൻ ഇന്ന് വരെ ഒരു മീറ്റിങ്ങിൽ പ്രിപ്പയർ ചെയ്ത് പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് വചനങ്ങൾ എനിക്ക് എഴുതി കാണിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ വാക്യങ്ങൾ എഴുതി കാണിക്കുന്ന ഒരു ജീവിതാനുഭവം എനിക്കുണ്ട്. അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. എനിക്കത് പറയുന്നത് തന്നെ വളരെ ഒരു ഭയമാണ്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് എനിക്കൊരു വാക്യം വേണം, നിൻ്റെ പ്ലാൻ എന്താണ്? ഈ ഗോൾഡ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് 1-2 പ്രാവശ്യങ്ങളിൽ ചോദിച്ച് ഞാനൊരു കൺഫർമേഷനൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. എനിക്കൊരു കൺവിക്ഷൻ ഉണ്ട്, എനിക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യണമായിരുന്നോ? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? ദേവദാസനിട്ട് ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ പ്രതികരിച്ചത്, അതും ഫുൾ വീഡിയോ കാണാതെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടിട്ട് പ്രതികരിച്ച് ശരിയായിപ്പോയോ? എന്നോടൊന്ന് സംസാരിക്കണപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ എഴുതി കാണിക്കുകയാണ് 115-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അപ്പം ഞാൻ പെട്ടെന്ന് വേദോസം തുറന്ന് നോക്കി, ഈ 115-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം എന്താ? 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്?
നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു. അടുത്ത വാക്യം, അവരുടെ ദൈവങ്ങൾ വെള്ളിയും പൊന്നുമത്രേ. എന്തോ വാക്യം ഇത്? അവരുടെ ദൈവങ്ങൾ വെള്ളിയും പൊന്നുമത്രേ. കർത്താവ് എന്തിന് എന്നെ ആ വാക്യം എഴുതി കാണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേദോസം തുറന്ന് കൈകുത്തി നോക്കിയതല്ല, എൻ്റെ മുമ്പിൽ എഴുതി കാണിക്കുന്ന അനുഭവമാണ് എനിക്കുള്ളത്. അവരുടെ ദൈവങ്ങൾ വെള്ളിയും പൊന്നുമത്രേ. ഞാൻ പറഞ്ഞു, നന്ദി കർത്താവേ. ഒരു കാര്യം എന്നോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ദ സ്പിരിറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആത്മാവ് ഇത്തരം പോംബ്, ഇത്തരം ആഡംബരങ്ങൾക്ക്, ഇത്തരം ജീവിതശൈലിക്ക് എതിരാണെന്ന് എനിക്കൊരു പ്രാവശ്യം കൂടെ മനസ്സിലായി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഐഡിയൽ വർഷിപ്പ്. 115 സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഇത് എനിക്ക് കിട്ടിയ റെവലേഷനാണ്, വ്യക്തിപരമായി കിട്ടിയ ആലോചനയാണ്. എന്നോടിത് പറഞ്ഞിട്ട്, ഇതെനിക്കിഷ്ടമല്ലടാ മോനെ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളോട് പോയിട്ട് പരിശുദ്ധാത്മാവ് പറയാം, എടാ ഇട്ടോടാ മോനെ എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടത്തോടെ യേശപ്പായോട് ഇരിക്കാം, യേശപ്പ ഇതെന്ത് പരിപാടിയാണ്, എന്നോട് വന്ന് പറയുന്നു അങ്ങനെ ചെയ്യരുത്, എന്നിട്ട് വേറെ ഒരാളോട് പറയുന്നു മോനെ ഇട്ടോ എന്ന് പറയുന്നു. അപ്പോൾ യേശുപ്പ അങ്ങനെ എന്താ പറഞ്ഞ, നാവ് ഹിന്ദിയാണ് കേട്ടോ, രണ്ട് പടകിൽ കാല് വെക്കുന്നവനാണോ യേശുപ്പ? യേശുപ്പ അത് പറ്റത്തില്ല കേട്ടോ, എന്നോടും അവനോടും ഒക്കെ പറയുന്ന ഒന്നായിരിക്കണമല്ലേ. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ബി ഓപ്പൺ ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മണിക്കൂറുകൾ പഠിച്ചിട്ട് കിട്ടുന്ന ജ്ഞാനത്തിനപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിന് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളോട് പറയാൻ കഴിയും വാട്ട് ഈസ് ഹിസ് വിൽ. പലരും പറയുന്നത്, ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി പഠിച്ചു, ഇന്നാരോട് ചോദിച്ചു, ഇന്ന വ്യക്തിയോട് ചോദിച്ചു, അങ്ങനെ എനിക്ക് കൺവിക്ഷനായി. എനിക്ക് അങ്ങനെയല്ല കൺവിക്ഷനായത്. ഞാനും ഒത്തിരി പഠിച്ചു, ഞാനും ഒത്തിരി ചരിത്രം പഠിച്ചു. എല്ലാം പഠിച്ച ശേഷം 2010 ഞങ്ങളുടെ ചർച്ച ആരംഭിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ എൻ്റെ ചർച്ചിൻ്റെ പോളിസി എന്താകണമെന്ന്, ആഭരണം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ ചർച്ചിൻ്റെ പോളിസി എന്താകണമെന്ന്. ആ ഭാഗത്തിലൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് ഈ സബ്ജക്റ്റ് ഒന്ന് തീർത്തോട്ടെ. എന്താണെന്നറിയാമോ, ഇതിന് വിഗ്രഹാരാധനയുമായിട്ട് ഒരു കണക്ഷനുണ്ട്, ഫെമിലിയർ ഒബ്ജക്റ്റായിട്ട് മാറുന്നു. അത് കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ പൈശാചിക ക്ലെയിം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പറയാൻ നൂറുകണക്കിന് അനുഭവങ്ങൾ. കർത്താവിൻ്റെ കൃപയാൽ, ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ തന്നെ ദൈവം ഇന്നും കൃപയാൽ അങ്ങനെയുള്ളൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടേത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയാണ് ഫെമിലിയർ ഒബ്ജക്റ്റ്. അതാരെങ്കിലും പറഞ്ഞു തരികയല്ല, ഈ പിശാചിനോട് ചോദിച്ചിട്ട് പറയുകയല്ല, ദൈവം വെളിപ്പെടുത്തി തരും. ഇന്ന വിഷയത്തിലാണ് ഇത് പിടിച്ചു കിടക്കുന്നത്, ഇന്ന വിഷയമാണ് ക്ലെയിം ചെയ്തത്. ആ വിഷയം അഴിച്ചു മാറ്റി കഴിയുമ്പോൾ വ്യക്തികൾ വിടുവിക്കപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചിലരത് മനസ്സിലാക്കി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. വെറുതെ നമ്മൾ ശാഠ്യം പിടിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള അടിമത്തങ്ങളിൽ പോയി കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി എന്താ അടുത്തത് പറയേണ്ടത്? കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെ, അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആഭരണം ഉപയോഗിക്കാമെന്ന് വാദിക്കുന്നവർ തെളിവായിട്ട് പറയുന്ന ചില വാക്യങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ യേശു കർത്താവിൻ്റെ ജനന സമയത്ത് പൊന്നും മൂരും കുന്തുരുക്കവും കൊടുത്തെന്നും മാറത്ത് പൊൻകച്ചി അണിഞ്ഞ് യേശു നിന്നെന്നും, പിന്നെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 11, മത്തായി 2:11. അത് തന്നെ ഒരു മുറക്കളാണ്. ഈ ഉൽപ്പത്തി 2:11 മത്തായി 2:11 ഇത് രണ്ടും എങ്ങനെ 2:11 ആയത്? അത് തന്നെ ഒരു ദൈവിക എന്താ പറഞ്ഞ റെവലേഷൻ കോഡെന്ന് പറയാമല്ലേ, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വേദോസത്തിലെ വാക്യങ്ങൾക്ക് കോഡിങ് ഉണ്ടെന്ന് പഠിപ്പിക്കുക. അങ്ങനെ ഒരു കോഡിങ് ആണോ? അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. സത്യത്തിൽ ഈ വേദോസം എഴുതിയ കാലത്ത് ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഉൽപ്പത്തി 1:1, 2 ഇങ്ങനൊന്നുമല്ല എഴുതിയത് കേട്ടോ. അത് പുതിയ നിയമം എഴുതിയതും 17 നിയമം എഴുതിയതും അങ്ങനെ വാക്യങ്ങളും അധ്യായങ്ങളുമായിട്ടൊന്നും തിരിച്ചല്ല. പരിശുദ്ധാത്മാവിനാൽ അത് എഴുതപ്പെട്ടു. പിന്നീടുള്ള എഡിറ്റിങ് നടന്ന സമയത്ത് പിന്നെ ആളുകൾ ഈ വേദോസമൊക്കെ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതിൻ്റെ എഡിറ്റേഴ്സ് ഉപയോഗിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ആളുകൾക്കൊരു ഭാഗം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ അധ്യായവും വാക്യവും ഒക്കെ കൊടുത്തത്. അല്ലാതെ ഈ അധ്യായവും വാക്യവും കൊടുത്തതിൻ്റെ അകത്തൊന്നും എന്താ പറഞ്ഞ ഇൻസ്പിറേഷൻ, പരിശുദ്ധാത്മാ നിവേശിതമായിട്ടല്ല ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ചെറിയ ഉദാഹരണം ഞാൻ പറയാം. മലയാളം ബൈബിളിലെ നമ്മുടെ ഹഗായി പ്രവാചകൻ്റെ പുസ്തകമാണെന്ന് തോന്നുന്നു. പഴയ ബൈബിളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1-ാം അധ്യായം 2-ാം അധ്യായം ഓവർലാപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങൾക്കകത്ത് ഈ നമ്പറിങ്ങിൽ തെറ്റി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എല്ലാ ട്രാൻസ്ലേഷൻസിലും ഉണ്ട് കേട്ടോ. അധ്യായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്, അല്ലെ ആ മാറിപ്പോകുന്ന സെൻസ് വാക്യങ്ങളുടെ നമ്പർ താഴോട്ടും മുകളിലോട്ടൊക്കെ മാറിപ്പോകുന്നത്. ഹിന്ദി ബൈബിളിൻ്റെ അകത്ത്
മത്തായി 2:11 കിടക്കുന്നിടത്തായിരിക്കത്തില്ല മലയാളം ബൈബിളിനകത്ത്. ഉദാഹരണം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ മർക്കോസ് 8:40-41 കിടക്കുന്നത് ഹിന്ദി ബൈബിളിൽ കിടക്കുന്ന ഓർഡറിലായിരിക്കത്തില്ല മലയാളം ബൈബിളിൽ കിടക്കുന്നത്, മേളോട്ടോ താഴോട്ടോ ഒക്കെ മാറും. അപ്പം അതിനകത്തൊന്നും കോഡിംഗ് ഒന്നുമില്ല, അതൊരു യാദൃച്ഛികത മാത്രമാണ്. ഇനിയും ആ കാര്യങ്ങൾക്ക് ഒരു മറുപടി തരാം. എന്താണെന്നറിയാമോ? കാരണം ആവരണം ഉപയോഗിക്കാമെന്ന് പറയുന്നവർ എടുക്കുന്ന വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 2:11 ഏദനിലെ നദികൾ പീശോൻ, ഗീഗോൻ, ഹിദക്കൽ, ഫ്രാത്ത്. പീശോൻ നദി ഒഴുകുന്ന ഹവീല ദേശത്ത് ഒഴുകുന്നു, അവിടെ മേൽത്തരമായ പൊന്നുണ്ട്. അതിനെന്താ പ്രശ്നം? അതിൻ്റെ അർത്ഥം പൊന്നുപയോഗിക്കാവുന്നതാണോ? അതിൻ്റെ അർത്ഥം സ്വർണ്ണം ഉപയോഗിക്കാവുന്നതാണോ? അതിൻ്റെ അർത്ഥം ആ ദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. പ്രത്യേകിച്ചും ഈ പീശോൻ, ഗീഗോൻ, ഹിദക്കൽ, ഫ്രാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ 4 അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. ഈ പീശോൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇൻക്രീസിങ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കുക, മേൽത്തരമായതാക്കി മാറ്റുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മ നദിയെക്കുറിച്ച് ഉള്ള ഒരു സിംബോളിസമാണ് ഈ ഏദനിലെ ഒരു നദിയും അതിൻ്റെ 4 കൈവഴികളും. 4 നദിയല്ല കേട്ടോ, ഏതെങ്കിലും ഒറ്റ നദിയേ ഉള്ളൂ. വളരെ വിചിത്രമാണ്. ഒരു നദി 4 ബ്രാഞ്ചായിട്ട് മാറുന്നത്. സാധാരണ ലോകത്തിലെ എല്ലാ നദികളും 4 ബ്രാഞ്ച് ചേർന്ന് ഒരു നദിയായി മാറുന്നത്. പക്ഷേ ഏതെങ്കിലും നദി നേരെ തിരിച്ചാണ്. ആ നദി ഒരു നദി 4 ബ്രാഞ്ചായി മാറുന്നു. കാരണം പരിശുദ്ധാത്മാവ് 4 ഒന്നേ ഉള്ളൂ, പക്ഷേ 4 വിധത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവിടെ പറയുന്നത് പൊന്നണിയുന്നതിനെക്കുറിച്ചുള്ള കോണ്ടസ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. അവിടെ പറയുന്നത് ആ ദേശത്തിൻ്റെ പ്രത്യേകതകൾ, ആ ദേശം, ആ നദി ഒഴുകുന്ന ദേശത്തുണ്ടാകുന്ന ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നദി ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു വ്യത്യാസത്തെക്കുറിച്ച്, ട്രാൻസ്ഫോർമേഷനെക്കുറിച്ചൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, യേശു കർത്താവിൻ്റെ അടുക്കൽ പൊന്നും മൂരും കുന്തിരുക്കവും കൊണ്ടുവന്നു. പൊന്നും മൂരും കുന്തിരുക്കവും കൊണ്ടുവന്നു. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പൊന്നും മൂരും കുന്തിരുക്കവും. എന്തിനാ ഈ പൊന്നും മൂരും കുന്തിരിക്കവും കൊണ്ടുവന്നത്? മൂരും കുന്തിരിക്കവും മാത്രം വിലയുള്ള സാധനം അല്ലെങ്കിൽ പിന്നെ എന്തിനാ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നത്? ഈ പൊന്നു മാത്രം കൊണ്ടുവന്നാൽ പോരായിരുന്നു. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് യേശു കർത്താവിൻ്റെ 3 ഓഫീസസിൻ്റെ സിമ്പലാണ്. 3 ഓഫീസസ് എന്ന് പറയുമ്പോൾ ഇതല്പം ബേസിക് തിയോളജിയെങ്കിലും അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പഴയ നിയമത്തിൽ 3 ശുശ്രൂഷകളായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ നിയമത്തിൽ 3 ശുശ്രൂഷകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പൗരോഹിത്യം, പ്രവാചകൻ, രാജാവ്. ഇതായിരുന്നു പഴയ നിയമത്തിലെ 3 പ്രധാന ശുശ്രൂഷകൾ. പ്രോഫറ്റിക് മിനിസ്ട്രി, പ്രീസ്ലി മിനിസ്ട്രി ആൻഡ് കിങ്. ഇത് 3 പഴയ നിയമത്തിലെ പ്രധാന ശുശ്രൂഷകൾ. ആ 3 ശുശ്രൂഷകളുടെയും സമന്വയമാണ് യേശു കർത്താവ്. പഴയ നിയമത്തിലെ പ്രോഫറ്റ് യേശുവിന് ടൈപ്പാണ്, ടൈപ്പോളജിക്കൽ സ്റ്റഡി. നിഴൽ പുരൾ എന്നൊക്കെ പറയത്തില്ലേ? പുതിയ തലമുറയിലെ ആളുകൾക്ക് എത്രമാത്രം എനിക്കറിയാമെന്നറിയില്ല. പഴയ അപ്പച്ചന്മാരൊക്കെ ഇത് പ്രസംഗിക്കുമായിരുന്നു. അപ്പച്ചന്മാരെന്ന് കേൾക്കുമ്പോൾ പണങ്ങൽ കേട്ടോ, നമ്മളെക്കാട്ടിലും വചനത്തിൽ വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. അവർ പ്രസംഗിക്കുമായിരുന്നു. യേശു കർത്താവ് എൻ്റെ നിഴലായിരുന്നു പഴയ നിയമ പുരോഹിതന്മാർ, പ്രവാചകന്മാർ. പഴയ നിയമ രാജാവ് യേശു കർത്താവിൻ്റെ നിഴലായിരുന്നു. ഈ 3 മിനിസ്ട്രി യേശുവിൽ നിവർത്തിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് 3 ഒബ്ജക്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർക്ക് ഇഷ്ടംപോലെ പൊന്നുണ്ടായിരുന്നത് കുറച്ച് യേശുവിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കട്ടെ എന്നോർത്ത് കൊടുത്തതല്ല. ഈ വിദ്വാൻമാരെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ എനിക്കറിയില്ല ഇത് എവിടെ പോയി നിൽക്കുന്നു. ഈ വിദ്വാൻമാർ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എന്തെങ്കിലും ജ്യോതിശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഈ വിദ്വാൻമാർ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെയാണ് ഈ റെവലേഷൻ പ്രാപിച്ചത്. കാരണം ഇസ്രായേലിലെ രാജാവ് ജനിക്കുന്നതിൻ്റെ നക്ഷത്രത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുള്ള പ്രവചനത്തിൽ നിന്ന് തന്നെയാണ് ഈ വിദ്വാൻമാർ ഇങ്ങോട്ട് വരുന്നത്. സോ അവർക്ക് ആ റെവലേഷൻ കിട്ടി. ഏത് റെവലേഷൻ കിട്ടി? ഈ വരുന്ന മശിഹ എന്ന് പറഞ്ഞാൽ ഹി വിൽ ബി എ കിങ്, ഹി വിൽ ബി എ പ്രീസ്റ്റ്, ഹി വിൽ ബി എ പ്രോഫറ്റ്. ഇത് 3 ഒരു വ്യക്തിയിലുള്ള പഴയ നിയമത്തിൻ്റെ 3 ശുശ്രൂഷകളും സമന്വയിക്കപ്പെട്ട വ്യക്തിയാണ് യേശു എന്ന റെവലേഷനിൽ നിന്ന് കൊടുക്കുന്ന 3 വസ്തുക്കൾ. അപ്പോൾ ഈ 3 വസ്തുക്കൾ, പൊന്ന് കാണിക്കുന്നത് യേശുവിൻ്റെ രാജ്യത്വത്തെ, രാജാവ് അല്ലെങ്കിൽ റോയൽ ആ അവസ്ഥയാണ് പൊന്ന് കാണിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെ കേട്ടോ, പൊന്നിൻ്റെ സൂചന റോയൽ അവസ്ഥയെ കാണിക്കുന്നത്. രണ്ടാമത് മൂരും കുന്തിരുക്കവും. മൂര് കാണിക്കുന്നത്, മീർ എന്ന വാക്കിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ മൂരെന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മൂരെന്ന ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലേ,
മീർ എന്ന പദത്തിൻ്റെ അർത്ഥം കയ്പെന്നാണ്. മാറ എന്ന പദമൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. കയ്പെന്നാണ്. അത് പ്രോഫറ്റിക് മിനിസ്ട്രിയെ കാണിക്കുന്നത്. പ്രവാചകൻ്റെ ശുശ്രൂഷ കയ്പിൻ്റെ ശുശ്രൂഷയാണ് കേട്ടോ. ഇന്നത്തെ പ്രവാചകന്മാരെ പോലെയല്ല. ഇന്ന് ആളുകൾക്ക് ഫേസ്ബുക്കിൽ പ്രോഫറ്റ് സോ ആൻഡ് സോ എന്ന് പേര് വെക്കാനൊക്കെ വലിയ എളുപ്പമാണ്. പക്ഷേ അന്നത്തെ പ്രോഫറ്റ് അങ്ങനെയല്ല. അന്നത്തെ പ്രോഫറ്റ് ദേ വർ റിസ്കിങ് ദെയർ ലൈഫ് ഫോർ ദെയർ പ്രൊഫസി, ഫോർ ദെയർ മിനിസ്ട്രി. കാരണം ഈ പറഞ്ഞ പ്രവചനം അത് നടക്കുന്നിടം വരെ ജനത്തിന് ക്ഷമയില്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നുകളയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട വചനമാണ് ആവർത്തനം 13 അല്ലേ? ഈ ഫ്യൂച്ചർ പ്രോഫറ്റ്സിനെ കുറിച്ച് മോശ പറഞ്ഞ വചനം. അവൻ പറഞ്ഞ് നിവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ അവനെ കൊല്ലണമെന്ന്. ആ വചനം യഹൂദന്മാർ ഒത്തിരി ഉപയോഗിച്ചു കേട്ടോ. അതുകൊണ്ടാണ് പ്രോഫറ്റ്സ് ഒത്തിരി രക്തസാക്ഷികളായി തീർന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും അധികം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത, ദുരുപയോഗിച്ച വചനം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് മോശ എഴുതിയ ആ വചനമായിരുന്നു. പ്രോഫറ്റ്സിനെ കല്ലെറിയണം. കാരണം യഹൂദന്മാരുടെ ഇടയിൽ ആരെങ്കിലും ഒരു പ്രോഫറ്റ് ഒന്ന് പ്രവചിച്ചു നടന്നില്ലെങ്കിൽ കല്ലെറിയും. ഈവൻ ദൈവത്തിൻ്റെ പ്രോഫറ്റായിരുന്നു. അവൻ പ്രവചിച്ചത് ഒരു പക്ഷേ 100 വർഷം കഴിഞ്ഞായിരിക്കണം നടക്കേണ്ടത്. പക്ഷേ അവൻ്റെ ജീവിതകാലത്ത് തന്നെ അവനെ കല്ലെറിഞ്ഞു കൊന്ന, അവനെ ഈർച്ചവാളിൽ അറത്ത ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പ്രോഫറ്റിക് മിനിസ്ട്രി, ദറ്റ് മിനിസ്ട്രി വാസ്, അതൊരു കയ്പിൻ്റെ ശുശ്രൂഷയാണ്. യേശു കർത്താവിന് മൂര് കൊടുത്തത് പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ സിമ്പലാണ്. കുന്തിരിക്കം അത് പ്രീസ്റ്റ്ലി മിനിസ്ട്രിയുടെ സിമ്പലാണ്. അപ്പോൾ ഇത് അറിയാതെ വെറുതെ വ്യാഖ്യാനിച്ച് യേശുവിന് പൊന്നു കൊടുത്തില്ലേ നമുക്കും പൊന്നിടാമെന്നൊന്നും പറഞ്ഞു പിടിപ്പിക്കരുത്. കോണ്ടസ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി അതിൻ്റെ സിംബോളിക് മീനിങ് എന്താണെന്ന് സത്യസന്ധമായിട്ട് ജനത്തെ പഠിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സത്യവുമായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എനിക്കൊന്ന് ഇടയ്ക്ക് എസ്കേൽ 19 വരെ ഞാനൊന്ന് പോയിട്ടല്ലേ ഞാൻ ഇടയ്ക്ക് കയറി വന്നത്. കാരണം പല കാര്യങ്ങളും ഒന്നിച്ച് പറയുമ്പോഴേ അത് ഒന്ന് സ്കിപ്പ്. എസ്കേൽ 7:19 അവിടെ നമുക്കറിയാമല്ലോ, നിങ്ങളുടെ പൊന്നെ മലം പോലെ ഇട്ട് ചവിട്ടും. അവിടെ സ്കിപ്പ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയാം, അത് വെൽത്തിനെ കുറിച്ചാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാം, ഫോർ ഇറ്റ് ഹാസ് കോസ് ദം ടു സ്റ്റംബിൾ ഇൻ ടു സിൻ. അതായത് ഈ വെൽത്ത്, ഈ സ്വർണവും ഈ വെള്ളിയുമൊക്കെ അവരെ പാപത്തിൽ കൊണ്ടിട്ടെന്ന്. സോ നമ്മളീ വായിക്കുമ്പോഴേ സെലക്റ്റീവ് ആകല്ലേ, ആ വാക്യം ഫുള്ളങ്ങ് വായിക്കണം. അടുത്ത വാക്യത്തിൽ അതവർക്ക് പാപകാരണമായി തീർന്നു. ഈ പറഞ്ഞ അമിതമാകുന്ന ധനം, ഈ പറഞ്ഞ വെള്ളിയും പൊന്നും, അത് അവർക്ക് പാപകാരണമായി തീർന്നു. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ സ്പിരിറ്റ് എന്താ? വേദപുസ്തകത്തിൻ്റെ സ്പിരിറ്റ് വെൽത്ത് ആണെങ്കിലും, വേദപുസ്തകത്തിൻ്റെ സ്പിരിറ്റ് പോംപസ് ലൈഫ് ആണെങ്കിലും, വേദപുസ്തകത്തിൻ്റെ സ്പിരിറ്റ് ആഭരണധാരണമാണെങ്കിലും, ഇറ്റ്സ് എഗൻസ്റ്റ്. ഹല്ലേലൂയ. അത് എതിരാണ്. അതൊരു പക്ഷേ നിങ്ങൾ എന്നോട് ആർഗ്യൂ ചെയ്യാൻ വരികയാണ്, പാസ്റ്ററെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ലെന്നേ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ആരും ബലം പിടിച്ചാരും ഊരിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ജീവിക്കാം. പിന്നെ സ്വർണം ധരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? ഇതുവരെ ഞാൻ ഉത്തരം പറഞ്ഞില്ല കേട്ടോ. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. ഇവിടെ രക്ഷയെ ബാധിക്കുന്ന ഉപദേശങ്ങളുണ്ട്. രക്ഷയെ ബാധിക്കുന്ന ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ദൈവത്തിൽ നിന്ന് വിശ്വസിക്കേണ്ടത് രക്ഷയ്ക്ക് അത്യാവശ്യമാണ്. യേശു കർത്താവ് ദൈവത്തിൽ നിന്ന് വിശ്വസിക്കേണ്ടത് രക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഒരാൾ അതിനെതിരായിട്ട് പഠിപ്പിച്ചാൽ അത് രക്ഷയെ ബാധിക്കുന്ന ഉപദേശമാണ്. പക്ഷേ രക്ഷയെ ബാധിക്കാത്ത ഉപദേശങ്ങളുണ്ട്. അതായത് പ്രാക്ടിക്കൽ ലൈഫിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്ന ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ രക്ഷയെ ബാധിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ, ഉദാഹരണത്തിന് പൗലോസ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കഴിവുള്ളവരൊക്കെ എന്നെപ്പോലെ കഴിഞ്ഞാൽ നല്ലത്. വിവാഹ വിഷയത്തിൽ രക്ഷയെ ബാധിക്കുന്ന ഒരു അഡ്വൈസ് അല്ല അത്. അതുപോലെ തന്നെ പല വേദപുസ്തക ഡോക്ട്രിൻസും അത് ഈസ് നോട്ട് ഡയറക്ട്ലി അഫക്റ്റിംഗ് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയെ ബാധിക്കുന്ന ഉപദേശമല്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പിന്നെ ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് ബോട്ടം ലൈൻ ക്രിസ്ത്യാനിറ്റി മതിയെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കി ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകുമ്പോൾ ഇല്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, അതങ്ങ് ചെയ്തേക്കാം. പക്ഷേ കളർഫുള്ളായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ, കർത്താവ് ഡിമാൻഡ് ചെയ്യുന്ന, ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ തിരുവുള്ളമനുസരിച്ച് ജീവിക്കുന്ന, അവൻ്റെ സ്നേഹത്തിന് ആഴമറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയാണെങ്കിൽ, അവൻ പറയുന്ന ഒരു എക്സ്ട്രാ മൈലുണ്ട് കേട്ടോ. വേദപുസ്തകം ബൈബിൾ ഈസ് ടോക്കിംഗ് അബൌട്ട് ആൻ എക്സ്ട്രാ മൈൽ. നിന്നോട് 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ 2 മൈൽ നടക്കണം. യേശുവിനോട് കൂടി നടക്കുമ്പോൾ ഒരു എക്സ്ട്രാ മൈലൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും, ഒരു പൗലോസായിട്ട് എനിക്ക് മാറണം. നമ്മൾ പാഠത്തിലെ ഒരു പൗലോസായി മാറുവാൻ അല്ലേ, ഇപ്പോൾ പൗലോസായിട്ടൊക്കെ മാറാൻ പറ്റും. പൗലോസായി മാറുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം,
കേവലം പൗലോസിനെ പോലെ ജാതികൾക്ക് വേണ്ടി ജാതിയായി മാറുക മാത്രമല്ല, മാംസം എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ഞാൻ ഒരു നാളും മാംസം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ ഒരു പൗലോസുമുണ്ട്. അതായത് ഞാൻ ഓർണമെൻറ്റ്സ് ഇടുന്നത് ഒത്തിരി പേർക്ക് ഇടർച്ച വരുന്നു, അവർ വന്നുകൊണ്ട് എന്നോട് പറയുന്നു, ബ്രദർ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ നാളെ തൊട്ട് ഞാൻ ഇടത്തില്ല, കാരണം നിനക്ക് ഇടർച്ച വരുത്തുന്നതേ. എനിക്കിപ്പോൾ ഉള്ളൊരു ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഓർണമെൻറ്റ്സ് ഇടാത്തത് കൊണ്ട് ആരും പുള്ളിക്കാരിയോട് വന്ന് ചോദിക്കത്തില്ല, സിസ്റ്റർ എന്താ ഓർണമെൻറ്റ്സ് ഇടാത്തത് എന്ന് ചോദിക്കത്തില്ല. അപ്പോൾ ആർക്കും പാവം സാൻറ്റി ഇടർച്ച വരുത്തുന്നില്ല. പക്ഷേ ഇട്ടായിരുന്നെങ്കിൽ പലരും വന്ന് ചോദിച്ചേനും, പലർക്കും ഇടർച്ച വരുത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ സാൻറ്റിയോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നേനെ, ഒരു പൗലോസായി മാറുവാൻ എന്ത് ചെയ്യണം, നമുക്ക് പലതും നമുക്ക് മാറ്റേണ്ടി വരും. കാരണം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ആളുകളല്ലേ, നമുക്ക് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴും വാട്ടർ ബോട്ടറിയാണ് എൻ്റെ ഓർമ്മ വരുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ റെയ്നാഡ് ബോങ്കയൊക്കെയോ, റെയ്നാഡ് ബോങ്ക മാല കിട്ടില്ലേ, മോതിരം ധരിച്ചില്ലേ, ക്രോസുള്ള മാല റെയ്നാഡ് ബോങ്ക കിട്ടും. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഈ വിഷയമൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോഴേ ഞാൻ ചിന്തിച്ചിരുന്ന ബോങ്കയ്ക്ക് ഒരു മോതിരമുണ്ട്, പക്ഷേ ക്രോസുള്ള മാല കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലരെനിക്ക് വീഡിയോ വരെ അയച്ചു തന്നു, റെയ്നാഡ് ബോങ്ക ക്രോസുള്ള മാല കിട്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ പൊന്നു മാളവരെ, എൻ്റെ ഒരു ചോദ്യം, റെയ്നാഡ് ബോങ്കയാണോ നിങ്ങളുടെ മാതൃക എന്ന് പറയുന്നത്? ഒരു പാട്ടില്ലേ, യേശുവേ നോക്കി നാം ജീവിക്കുക, വിശ്വാസത്തിൽ നല്ല പൊരുതിടുക. അതൊന്ന് മാറ്റിയിട്ട് ബോങ്കയെ നോക്കി നാം ജീവിക്കുക, ബോങ്കയെ പോലെ നാം ഓടിടുക, പ്രതിഫലം ബോങ്ക തരും നിശ്ചയമായി. അങ്ങനെയാണോ നമ്മൾ പാടേണ്ടത്? ബോങ്കയാണോ നിങ്ങളുടെ മാതൃക? ദൈവവചനമല്ലേ മാതൃക? ബോങ്ക വലിയ ദൈവദാസൻ, അദ്ദേഹം മാലയിട്ടു, എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. അതുകൊണ്ട് നമുക്കും പറ്റുമെന്ന് പറയുന്നത് വാട്ടർ ബോട്ടറിയാണ്, അതൊരു ന്യായം. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ഞാനൊരു വാട്ടർ ബോട്ടറി ഉപയോഗിക്കുക, അതായത് ബെന്നിഹിൻ വലിയ ദൈവദാസനല്ലേ, ഡിവോഴ്സ് ചെയ്തു, പിന്നെയും കെട്ടി, പിന്നെയും ഡിവോഴ്സ് ചെയ്തു, അങ്ങനെ പല കളികൾ കളിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എന്തൊക്കെ മിറക്കിൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം, അത് മാതൃകയാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ മനുഷ്യനെ നോക്കിയിട്ട് ഇന്നാരൊക്കെ ഉപയോഗിക്കപ്പെടുന്നു, പക്ഷേ അവർക്കൊക്കെ ഈ കുറവുണ്ടെന്നേ, അങ്ങനല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരെ വിട്ടുകള, അവരല്ല മാതൃക. സ്വർഗത്തിലെ ദൈവം എന്താണോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, സ്വർഗത്തിലെ ദൈവം എന്ത് വചന വെളിപ്പാടാണോ തന്നിട്ടുള്ളത്, അതിനുവേണ്ടി സത്യസന്ധരായി വിശ്വസ്തരായി ഈ കാലഘട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഈ തലമുറയിൽ ആവശ്യം. ഈ തലമുറയിൽ വ്യത്യസ്തരാകുന്ന ഏലിയാവുമാരെ ദൈവം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏലിയാവ് ആൾക്കൂട്ടത്തിൽ ഒറ്റയാനായിരുന്നു കേട്ടോ. ഈ കാലഘട്ടത്തിലും ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തമായ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ വ്യത്യസ്തനാകുന്ന ഒരു ഏലിയാവിനെ ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പറയാറില്ലേ, ഏലിയാവിൻ്റെ കാലം പോലൊരു കാലം വരണമെന്ന്. ഏലിയാവിൻ്റെ ശക്തി എനിക്ക് വേണമെന്നൊക്കെ പറയാറില്ലേ. പക്ഷേ നമ്മൾ മറന്നു പോകുന്നു, ഏലിയാവ് വ്യത്യസ്തനായിരുന്നു. ഏലിയാവ് ആൾക്കൂട്ടത്തിൽ ഒറ്റയാനായിരുന്നു കേട്ടോ. ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന തീരുമാനങ്ങളും വ്യത്യസ്തമാകുന്ന സമർപ്പണങ്ങളും ഉള്ളവരെ കർത്താവ് അസാധാരണ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ലാത്തവർ മീഡിയോക്കർ ആയിരിക്കും കേട്ടോ. അല്ലാത്തവർ ആവറേജ് ശുശ്രൂഷയുമായി പോകും. നിങ്ങളെ അസാധാരണമായി ഞാൻ പറയുന്നത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോപ്പുലർ ആകുന്നല്ല കേട്ടോ. പോപ്പുലാരിറ്റി അല്ല ശുശ്രൂഷയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ, മറിച്ച് മുറിക്കകത്തിരുന്ന് മുട്ടുമേൽ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ ചലനങ്ങളുണ്ടാക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ മറിച്ചിടുന്ന അഭിഷക്തന്മാർ, അവരാണ് അസാധാരണ വീര്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. 3.5 വർഷത്തെ ഒളിവിടത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് സോരിലെയും സീതോനിലെയും ശക്തികളെ ബന്ധിച്ച് പുറത്തു വന്ന ഒരു ഏലിയാവുണ്ട്. ആ ഏലിയാവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയില്ല, ഇതെവിടെ കൊണ്ട് ക്രാഷ് ലാൻഡ് ഞാൻ ചെയ്യുമെന്ന്. അപ്പം പറഞ്ഞു വരുന്നത്, പൊന്നും മൂരും കുന്തിരുക്കവും അത് എന്തുകൊണ്ട് അവിടെ യേശുവിന് കൊടുത്തു? അത് പൊന്നു കൊടുത്ത് യേശുവിൻ്റെ കുടുംബത്തിൻ്റെ നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഗിഫ്റ്റൊന്നുമല്ല. വന്നവർക്ക് ഈ യഹൂദന്മാരുടെ രാജാവ് ജനിക്കുമെന്ന് കിട്ടിയ വെളിപ്പാട് കിട്ടിയതുപോലെ തന്നെ, ഒരു നക്ഷത്രം ഉദിക്കും എന്നുള്ള വെളിപ്പാട് കിട്ടിയതുപോലെ തന്നെ അവർക്ക് കിട്ടിയ വെളിപ്പാടിൻ്റെ അടയാളമാണ് ഈ 3 കൊടുത്തത്. പിന്നെ മാർത്ത് പൊൻകച്ചിയാണെന്ന് യേശുവിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. മാർത്ത് പൊൻകച്ചിയാണെന്ന് യേശുവിനെ മാത്രം കാണല്, അഗ്നിജ്വാലയുള്ള കണ്ണുകളോടുകൂടെ നിൽക്കുന്ന വെളുത്ത മുടിയായിരുന്നു യേശുവിന് കേട്ടോ. നിങ്ങൾ ആ രൂപം ഒന്ന് ഇപ്പോൾ ഇമാജിൻ ചെയ്താൽ പോലും ഭയപ്പെടുത്തുന്ന മഹാഗ്ലോറിയോടുകൂടി നിൽക്കുന്ന യേശു. അതൊക്കെ വലിയ യോഹന്നാന് കിട്ടിയ തിരിച്ചറിവാണ്. ഈ യേശു തൻ്റെ കസിൻ എന്ന് താൻ വിശ്വസിച്ച യേശു, മാർത്ത ചാരിയിരുന്ന യേശു ശരിക്കും ആരാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ മരിച്ചവനെ പോലെ വീണുപോയ ഒരു യോഹന്നാന് ഇനിയും
എൻ്റെ ചർച്ചിൻ്റെ കഥ പറയാം, ലാസ്റ്റിൽ പറയാം. എൻ്റെ വിശ്വാസത്തിൻ്റെ പോളിസീസ്, ആഭരണത്തെക്കുറിച്ചുള്ള ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡുകൾ ഞാൻ പറയാം. അതിനു മുമ്പേ ഒരു കുഞ്ഞുകാരി കൂടെ പറയണം. അതെന്തുമായിരുന്നു അത്? അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പുതിയ യെരൂശലേമിൻ്റെ സ്ട്രീറ്റുകളാണ് സ്വർഗത്തിലല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ചില ആളുകളൊരു ന്യായീകരണം പറഞ്ഞു. നമ്മുടെ ഈ ചാനൽ ചർച്ചാ ഭാഷയിൽ ഒരു ക്യാപ്സൂൾ വന്നു. ക്യാപ്സൂൾ എന്താണെന്നറിയാം? ഈ നഗരം സ്വർഗത്തിലല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ സ്വർഗത്തിലുണ്ടാക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് നടക്കിക്കൊണ്ടുവന്നുകൊണ്ട് സ്വർണവും സ്വർഗത്തിലുണ്ട്. സൂപ്പറായിരിക്കുന്നു കേട്ടോ, സ്വർഗത്തിലുണ്ട്. എന്താണെങ്കിലും ന്യായീകരണം എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഈ പുതിയ യെരൂശലേം എന്താണെന്നുള്ളത് നമ്മളെ ഇടയിൽ പലർക്കും അറിയത്തില്ല. പുതിയ യെരൂശലേം എന്താണെന്നുള്ളത് അറിയത്തില്ല. സമയം കുറവാണ്, എന്നാലും ചുരുക്കത്തിലൊന്ന് പറഞ്ഞു തരാം. ഈ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചു നോക്കണം, പുതിയ യെരൂശലേം എന്താണെന്ന് അറിയാൻ വേണ്ടി. അവിടെ നമ്മൾ കാണുന്നത്, ഈ ദൂതൻ യോഹന്നാനോട് പറയുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ, ദ വൈഫ് ഓഫ് ദ ലാംബ് എന്ന കുഞ്ഞാടിൻ്റെ കാന്ത അല്ലെങ്കിൽ മണവാട്ടിയെ കാണിച്ചു തരാം. വെളിപ്പാട് 21:9. One of the 7 angels who had the 7 bowls full of the 7 last plagues came and said to me, come, I will show you the bride, the wife of the lamb. കുഞ്ഞാടിൻ്റെ കാന്തയെ മണവാട്ടിയെ കാണിച്ചു തരാം അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ആത്മാവ് എടുത്തുകൊണ്ട് പോയി, എന്നിട്ട് കാണിച്ചു, പുതിയ ജെറുസലേം എന്ന പട്ടണം ഇറങ്ങി വരുന്നു. മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, ബ്രൈഡിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചത് പട്ടണം. ഇതെന്ത് ഏർപ്പാടാ? ഇവിടെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സിംബോളിസം പഠിക്കേണ്ടത്. ഈ പട്ടണം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കണം. ഈ പട്ടണം വളരെ സിമ്പിളായിട്ട് കുഞ്ഞാടിൻ്റെ കാന്ത, മണവാട്ടി അല്ലെങ്കിൽ ചർച്ചാണ് ഈ പട്ടണം. ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചർച്ച് ആസ് ദ കിങ്ഡം ഓഫ് ഗോഡ്, അതാണ് ഈ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. ചർച്ച് പണിയപ്പെട്ടത് സ്വർഗത്തിലാണ്, ഭൂമിയിലാണ്? ഹോംവർക്ക് തരണോ അതാ ഞാൻ പറയണോ ഉത്തരം? ചർച്ച് പണിയപ്പെടുന്നത് സ്വർഗത്തിലാണ്, ഭൂമിയിലാണ്. പ്രശ്നമായല്ലോ. ഇത് ചർച്ചാന്ന് ഞാൻ തെളിയിച്ചല്ലേ. അതായത് കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിക്കുന്നത് പട്ടണമാണ്. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റമാണ് കേട്ടോ. എനിക്കൊന്നു ഇതിനു മുമ്പ് നേരത്തെ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹമായവൻ എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹത്തെ നോക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സിംഹത്തെയല്ല, അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാണ്. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള നരേഷനാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാണിക്കുന്നത് മറ്റൊരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. വേറൊരു ഉദാഹരണം, വെളിപ്പാട് 17-ാം അധ്യായത്തിൽ ഈ ക്രോധകലശങ്ങളിലുള്ള ദൂതന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് പറഞ്ഞു, വരിക, ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്ത്? ഈ പറഞ്ഞ വേശ്യ അല്ലേ, ആ വേശ്യ, മഹാവേശ്യ, ആ വേശ്യയ്ക്ക് ഉണ്ടാകുന്ന പണിഷ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ചിന്തിക്കണേ. എന്നിട്ട് കാണുന്നത് എന്താ? 17-18 അധ്യായങ്ങളിൽ മഹദിയാം ബാബിലോണിൻ്റെ വീഴ്ചയാണ് കാണുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു സിറ്റി വീഴുന്നു, അപ്പുറത്ത് ന്യൂ ജെറുസലേം എന്ന് പറയുന്ന ഒരു സിറ്റി ഉയർന്നു വരുന്നു. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് ഒരു വേശ്യ, ഒരു സ്ത്രീ. അതാരാണ്? ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മണവാട്ടി എന്ന് വേണേൽ വിളിച്ചോ. അവളുടെ വീഴ്ച കാണിച്ചിട്ട് ഇപ്പുറത്ത് യേശുവിൻ്റെ മണവാട്ടിയുടെ എഴുന്നള്ളത്ത് കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം നന്നായി പഠിച്ച് വ്യാഖ്യാനിക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ ചുമ്മാതെ വ്യാഖ്യാനിച്ച് കളയരുത്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന വെളിപ്പാട് 21-ലെ മണവാട്ടി സഭയുടെ കോൺട്രാസ്റ്റാണ് വെളിപ്പാട് 17-ലെ മഹദിയാം ബാബിലോൺ, അല്ല എങ്കിൽ ആ വേശ്യ, മൃഗത്തിൻ്റെ മേലെ ഏറിയ ആ വേശ്യ. അപ്പോൾ ലോകത്തിലെ ഒരു സിസ്റ്റം, പാപത്തിൻ്റെ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ വീഴ്ച ഒരു ഭാഗത്ത് കാണിച്ചിട്ട് മറുഭാഗത്ത് വിക്ടോറിയസ് ആകുന്ന സഭയെയാണ് യോഹന്നാൻ വെളിപ്പാട് 21-ൽ കാണിക്കുന്നത്. അപ്പോൾ സഭ എവിടെയാണ് പണിയപ്പെടുന്നത്? ഈ പട്ടണം എവിടെയാണ് പണിയപ്പെടുന്നത്? വേദപുസ്തകം പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ താൻ ഇങ്ങനെ എഴുതിയത്, ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി എന്ത് ചെയ്യുന്നു? അടിസ്ഥാനമിട്ട് പണിയുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പണി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ. സഭ ഒരു മനോഹര ആത്മിക ഹർമ്മ്യമായി, ഒരു ഗ്രഹമായി പണിയപ്പെടുന്നു. സഭ ഭൂമിയിൽ വെച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പണിയപ്പെടുന്ന സഭ ഭൂമിയിൽ ഒരു ബിൽഡിംഗ് പോലെ തന്നെ. ദാറ്റ്സ് ദ ബിബ്ലിക്കൽ ടെർമിനോളജി യൂസ്ഡ്. അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന പല ടെർമിനോളജിയിൽ ഒന്നാണ് സഭയെക്കുറിച്ചോ ഉള്ള പല
പോളിയൻ ഡിസ്കോഴ്സസിൽ ഒന്നാണ് ചർച്ച് ആസ് എ ബിൽഡിംഗ്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വേറൊരു ഡിസ്കോഴ്സാണ്. ഇവിടെ ചർച്ച് ആസ് എ ബിൽഡിംഗ്. അപ്പോൾ സഭ എന്ന മനോഹര ഗ്രഹം, സിറ്റി അല്ലേ, അഗസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 കൺസെപ്റ്റാണ് സിറ്റി ഓഫ് ഗാഡ്. ദൈവരാജ്യം സിറ്റി ഓഫ് ഗോഡ് ആണെന്നാണ് അഗസ്റ്റിൻ പഠിപ്പിച്ചത്. ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ സമയമില്ല. അപ്പോൾ ഈ പറഞ്ഞ സിറ്റി ഭൂമിയിലുണ്ടാക്കുന്നു. ഈ ഭൂമിയിലുണ്ടാക്കിയ സിറ്റി കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന സഭ, ആ സഭ ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞ ശേഷം, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയൊക്കെ കഴിഞ്ഞ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാക്കിയ ശേഷം ആ സഭയാകുന്ന മനോഹര ഹർമ്മ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. അതൊരു ലിറ്ററൽ സിറ്റി ആയിരിക്കുമോ, അതൊരു ഒരു ഇമാജിനറി, ഒരു സിംബോളിക് സിറ്റി ആയിരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും തർക്കം നടക്കുകയാണ്. ഈ പറഞ്ഞ ചർച്ച് ഫാദേഴ്സൊക്കെ പഠിപ്പിച്ചത് അതൊരു സിംബോളിസമാണെന്ന്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആളുകൾ അതൊരു ഒറിജിനൽ സിറ്റിയാണെന്ന് പഠിപ്പിക്കുന്നു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന സംഭവം ചർച്ചാണ്. ചർച്ച് ബിൽഡ് ചെയ്യപ്പെടുന്നത് സ്വർഗത്തിലല്ല, ചർച്ച് ഭൂമിയിലാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. അപ്പോസ്തലന്മാരാൽ, പ്രവാചകന്മാരാൽ. ആ അടിസ്ഥാനത്തിന്മേൽ ദൈവ മക്കൾ ഇന്നും സഭയാകുന്ന മനോഹര ഹർമ്മ്യത്തെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ജീവനുള്ള കല്ലാകുന്ന യേശുവിനോട് ചേർന്നിട്ട് നാമും അവനോട് കൂടെ ചേർന്ന് പണിയപ്പെടുന്നു എന്നൊക്കെ പത്രോസ് പറയുന്ന ആ മനോഹര ഹർമ്മ്യത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർന്നില്ല. ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചർച്ച തുടങ്ങിയ സമയത്ത് 2010 ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നോർത്ത് ഇന്ത്യയിലാണ് സഭ, ചില ഡോക്ട്രിനുകൾ കൾച്ചറലാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ച് തുടങ്ങുമ്പോൾ വാട്ട് ഷുഡ് ബി മൈ ഡിസിഷൻ അബൌട്ട് വിയറിങ് ഓർണമെൻറ്റ്സ്? ഉപസിച്ചു പ്രാർത്ഥിച്ചു കേട്ടോ. ഓർണമെൻറ്റ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഡോക്ടറിനാണ് എനിക്ക് അന്നും ഇന്നുമുള്ളത്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് വരെ ഓർണമെൻറ്റ്സിനെതിരെ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടോണം, ഇന്ന് വരെ ഓർണമെൻറ്റ്സിനെതിരെ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് പാസ്റ്റർ എല്ലാ സൺഡേയിലും ഓർണമെൻറ്റ്സിനെതിരെ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്നാന ശുശ്രൂഷകൾക്ക് ഓർണമെൻറ്റ്സിനെതിരെ ഞാൻ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. എന്താ തീരുമാനങ്ങൾ? ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം, എന്താ നിനക്കിഷ്ടമുള്ളത്? അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിൽ ഇത്രാമത്തെ റോയിൽ ഇത്രാമതിരിക്കുന്ന പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ ആ പുസ്തകം വലിച്ചെടുത്തു. ആ പുസ്തകം ഞാൻ തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന പേജ് വേർപാട് എന്ന ടൈറ്റിലോട് കൂടിയുള്ള ഒരു പേജാണ്. അതിനകത്ത് ആഭരണം ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പേജ്. എഫേസ്യ ലേഖന വ്യാഖ്യാനം, ഡാളസിലുള്ള ഒരു പഴയ പാസ്റ്റർ എഴുതിയ ഒരു പുസ്തകമാണ്. ഡി ജോർജ് എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ പുസ്തകത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു, നീ തുടങ്ങുന്ന ചർച്ചിലുള്ള പോളിസി ഇതാകണം. നോർത്ത് ഇന്ത്യക്കാരൊക്കെ കൊണ്ടുള്ള ചർച്ച വിജയിക്കുമോ? ഈ പറഞ്ഞ പോലെ ആളുകൾ പറയും, അയ്യോ അവരെ വിധവമാരെന്ന് വിളിക്കില്ലേ. പക്ഷേ എൻ്റെ ചർച്ചിൽ കണ്ട അനുഭവം ഞാൻ പറയാം. ഞാൻ അവരോട് ആരോടും പ്രസംഗിക്കാൻ പോയില്ല, അവരോട് ആരോടും പഠിപ്പിക്കാൻ പോയില്ല. പക്ഷേ എൻ്റെ ചർച്ചിലുള്ള 99% ആളുകളും ആഭരണം അവർ തന്നെ ഊരിമാറ്റി. അതിനകത്ത് എല്ലാ ജാതിക്കാരുമുണ്ട്, നോർത്ത് ഇന്ത്യയിലെ എല്ലാ ടൈപ്പ് ആളുകളുമുണ്ട്. എങ്ങനെ ഊരിമാറ്റി? ഞങ്ങളുടെ ഹിന്ദി ചാനലിൽ ഒരു 5-6 ടെസ്റ്റ് മണിയുണ്ട് കേട്ടോ, ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് തന്നെയുള്ള. അവരൊക്കെ വന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് രാത്രിയിൽ ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ അവരോട് സംസാരിച്ചു. അതെന്താ കർത്താവേ അങ്ങനെ ചെയ്യുന്നത്? യേശുവാ, അത് ശരിയല്ലല്ലോ. അവരോട് പോയി അങ്ങനെ പറഞ്ഞിട്ട് മറ്റവരോട് പോയി തിരിച്ചു പറയുന്ന, ഇത് രണ്ട് ആത്മാവാണോ? ഇത് രണ്ട് ആത്മാവാണോ? എൻ്റെ സഭയിലുള്ള വിശ്വാസികൾ, പാവം പിടിച്ച നോർത്ത് ഇന്ത്യക്കാർ, ഊരി മാറ്റിയത് കൊണ്ട് വിധവ എന്ന വിളി കേൾക്കേണ്ടി വരുന്ന നോർത്ത് ഇന്ത്യക്കാരോട് പോയിട്ട് കർത്താവ് പറയടാ ഊരി മാറ്റാൻ. ഫിനി പാസ്റ്ററല്ല പറഞ്ഞത് കേട്ടോ, കർത്താവ് പറയാ, കർത്താവേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ പറയണ്ടേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, വിത്ത് എ ഓപ്പൺ ഹാർട്ട് ടുവേഴ്സ് ഹോളി സ്പിരിറ്റ് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരോടെല്ലാം കർത്താവ് പറഞ്ഞത്, മക്കളെ എനിക്കിത് ഇഷ്ടം കേട്ടോ. പിന്നെ സ്വർഗത്തിൽ കയറ്റുന്ന കാര്യമൊക്കെ വേറെ. പക്ഷേ ക്രിസ്ത്യൻ ലൈഫിൽ ഇഫ് യു വാണ്ട് ടു കം ഔട്ട് വിത്ത് കളേഴ്സ്, ഐ എം എക്സ്പെക്ടിങ് ദിസ് ഫ്രം യു. പറഞ്ഞല്ലോ ചർച്ചിൻ്റെ ട്രഡീഷൻ എന്താണെന്ന്, തർത്തുല്യൻ മുതൽ ഇങ്ങോട്ട് തീർന്നില്ല കേട്ടോ. അടുത്തൊരു വളരെ വാലിഡ് പോയിന്റ് ഞാൻ പറയാൻ പോവാ. അതായത് ഞാനൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? ഞാനെടുത്ത തീരുമാനം, എൻ്റെ ചർച്ചിൻ്റെ ഡോക്ട്രിൻ ആഭരണം ഉപേക്ഷിക്കുന്നതിനെ എൻകറേജ് ചെയ്യുന്ന ഡോക്ടറിനായിരിക്കും.
അല്ലാതെ ഇട്ടോ എന്ന് പറയുന്ന ഡോക്ടറിന് ഞാൻ പഠിപ്പിക്കില്ല. ഞാൻ എൻകറേജ് ചെയ്യും, ബട്ട് ഐ വിൽ നോട്ട് ഫോഴ്സ് എനിബഡി. എന്നെടുത്ത തീരുമാനം, ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ഒറ്റയൊരാളെ പോലും നിർബന്ധിക്കത്തില്ല. പക്ഷേ ഞാൻ 1-2 തീരുമാനങ്ങൾ ശക്തമായി എടുത്തു. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഒരാളെ പോലും ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തത്തില്ല. ഇന്ന് വരെ സ്നാനപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വരെ ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ട് ഒരാളെ പോലും സ്നാനപ്പെടുത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഒരു ബംഗാളി സഹോദരി ഇടുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു വെള്ളയും ഒരു ചുവപ്പും വളയൊക്കെ ഉണ്ടല്ലോ, അത് ബംഗാളികളുടെ വെഡ്ഡിങ്ങിൻ്റെ സൂചനയാണ്. അതാകാം, പക്ഷേ അതുപോലെ ഉരിച്ചിട്ട് ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതിനെ ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്താത്തത്? അത് എൻ്റെയല്ല പ്രശ്നം, അത് ക്രിസ്തീയ സഭയുടെ പാരമ്പര്യമാണ്. ഏത് പെന്തക്കോസ്ത് പാരമ്പര്യമാണ്? അല്ല. ഞാൻ തെളിയിക്കാം. ഞാൻ പറഞ്ഞല്ലോ, തെർത്തുല്യനെ കുറിച്ച് പറഞ്ഞല്ലോ. തെർത്തുല്യൻ ബാപ്റ്റിസത്തെക്കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതി. ഞാൻ മുമ്പേ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, എങ്കിലും ആവർത്തിക്കുകയാണ്. ഒരു ക്രൈസ്തവൻ സാത്താൻ്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം സ്നാനജലത്തിൽ ഇറങ്ങാൻ. മാത്രമല്ല, തെർത്തുല്യൻ എഴുതി, ക്രിസ്തീയ സഭ യേശുവിൻ്റെ മണവാട്ടിയായതുകൊണ്ട് ആ മണവാട്ടിക്ക് അനുയോജ്യമായിട്ട് വേണം പിന്നീട് ജീവിക്കാൻ. തെർത്തുല്യൻ എഴുതി, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ആഭരണം ഉപേക്ഷിക്കണം. അപ്പോൾ ട്രഡിഷൻ എവിടെ തുടങ്ങുന്നത്? ട്രഡിഷൻ 100 വർഷം മുമ്പുള്ള ഏതോ കേരളത്തിലെ അപ്പച്ചനല്ല കേട്ടോ. ഇത് കേവലം കേരളത്തിലെ ഏതെങ്കിലും ഒരു പെന്റിക്കോസ്റ്റൽ ഹോളിനെസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതൊരു ഡോക്ടറിനല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, കന്നേറ്റി ഉണർവ് നടന്ന കാലത്ത് യുസ്തോസ് ജോസഫ് കന്നേറ്റി ഉണർവ് നടന്ന കാലത്ത് അവിടെ ആഭരണം ഉപേക്ഷിക്കപ്പെട്ടില്ലേ? ബ്രദറുകാർക്ക് പെന്തക്കോസ്തുകാർക്കും തമ്മിൽ എന്താ ബന്ധം? ബ്രദറുകാർ പെന്തക്കോസ്തുകാരെക്കാട്ട് മുമ്പിൽ കേരളത്തിലുള്ളവരാ. അവരാ എന്തിനാ ആഭരണം ഉപേക്ഷിച്ചത്? അപ്പോൾ ഈ ഡോക്ട്രിൻ മനസ്സിലാക്കണം, ഇത് വചനത്തിൻ്റെ അകത്തും ചർച്ചിൻ്റെ ട്രഡീഷൻ്റെ അകത്തും ഉള്ള ഡോക്ട്രിനാണ്. കേവലം ബ്രദറുകാരും കന്നേറ്റിക്കാരും പെന്തക്കോസ്തുകാരും മാത്രം പഠിപ്പിച്ച ഡോക്ട്രിനല്ല ഇത്. ഹോളിനെസ് പ്രസ്ഥാനക്കാർ മാത്രം പഠിപ്പിച്ച ഡോക്ട്രിനല്ല ഇത്. ഞാൻ പറഞ്ഞു, തെർത്തുല്യൻ, പൗലോസ്, പത്രോസ് ഒക്കെ പഠിപ്പിച്ച ഡോക്ട്രിൻ വേദോസത്തിലില്ലാത്തതൊന്നുമല്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ സമുദായ സഭകൾ പോലും, സമുദായ സഭകൾ എന്ന് വിളിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല, എങ്കിലും അങ്ങനെ വിളിക്കുക, മാർത്തോമ, യാക്കോബ, ഈ സഭകൾ പോലും ഫോളോ ചെയ്യുന്നൊരു ഡോക്ട്രിൻ. ഞാനൊരു ചെറിയ ഒരു ഇമേജ് കട്ട് ചെയ്തെടുത്ത് വെച്ച് കേട്ടോ. ഹുദായ കാനോനിൽ നിന്നാണ്. ഓർത്തഡോക്സ് സഭയുടെ കാനോൻ ഹുദായ കാനോനിൽ നിന്നാണ്. ഹുദായ കാനോൻ വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് ഈ വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് രസകരമാണ് കേട്ടോ. ഹുദായ കാനോനിൽ നിന്ന് പറയുന്ന ഒരു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കേട്ടോ, പിക്ചർ എടുത്ത് വെച്ചത്. 4-ാം പൊസുക്കോ മാമോദീസയുടെ സമയത്തെക്കുറിച്ച് സ്ലീഹന്മാരുടെ, അതായത് സ്ലീഹന്മാരാണ് ഇത് പഠിപ്പിച്ചതെന്നാണ് ഹുദായ കാനോൻ പറയുന്നത്. ട്രഡീഷൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് ട്രഡീഷൻ. ചിലർ പറഞ്ഞില്ലേ ഇത് ട്രഡീഷൻ ഉണ്ടോ, ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ട്രഡീഷൻ ഇല്ലാത്ത ഡോക്ടറിനാക്കാം. വാട്ട് കൈൻഡ് ഓഫ് ട്രഡീഷൻ? അപ്പോസ്റ്റോലിക് ട്രഡീഷൻ. ഇവിടെ ഹുദായ കാനോനിൽ 4-ാം പൊസുക്കോ മാമോദീസയുടെ സമയത്തെക്കുറിച്ച് സ്ലീഹന്മാരുടെ വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതായത് അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ, അപ്പോസ്റ്റോലിക് ഫെയ്ത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ട്രഡീഷൻ എവിടുന്ന തുടങ്ങുന്നത്? അപ്പോസ്റ്റോലിക് ഫെയ്ത്ത്. നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ച ഏറ്റുപറച്ചിൽ ശപഥം നടത്തിയ ശേഷം, സ്നാനം എപ്പോൾ നടക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നോമ്പ് കഴിഞ്ഞ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപവാസമൊക്കെ കഴിഞ്ഞ് 2 ദിവസം ഫാസ്റ്റിംഗ് പ്രയറൊക്കെ വെച്ചിട്ട് നമുക്ക് സ്നാന ശുശ്രൂഷ നടത്താമെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ഭാഷയാണ്. നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ച ഏറ്റുപറച്ചിൽ ശപഥം നടത്തിയ ശേഷം ശനിയാഴ്ച അർദ്ധരാത്രിയിൽ ഒഴുക്കുള്ള ശുദ്ധജലത്തിന് സമീപം വരണം. എവിടെ സ്നാനപ്പെടാൻ വരണമെന്ന ഹുദായ കാനോൻ എഴുതിയിരിക്കുന്നത്? ഒഴുക്കുള്ള ശുദ്ധജലത്തിന് സമീപം വരണം. മുന്നമേ പൈതങ്ങളെ മാമോദിസ മുക്കണം. ആദ്യം കുഞ്ഞുങ്ങളെ മുക്കണം. പുരോഹിതനെ ഏറ്റുചൊല്ലുവാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ ഏറ്റുചൊല്ലണം. കുഞ്ഞുങ്ങൾ, പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പുരോഹിതൻ പറയുന്നത് ഏറ്റുചൊല്ലണം. അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഏറ്റുപറയണം. മാമോദിസ ഏൽക്കുന്നവർ സ്ത്രീകൾ തങ്ങളുടെ മുടി അഴിച്ചിട്ടുകൊണ്ടും പുരുഷന്മാരും സ്ത്രീകളും മോതിരങ്ങളും മറ്റ് ആഭരണമെല്ലാം അഴിച്ച് നീക്കം ചെയ്തതിന് ശേഷവും മാമോദിസ ഏൽക്കണം. അപ്പോൾ ഇത് പെന്തക്കോസ്തുകാരാണ് പഠിപ്പിച്ചത്. ഹുദായ കാനോൻ ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുക, സ്ത്രീകൾ തങ്ങളുടെ മുടി അഴിച്ചിട്ടുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും മോതിരങ്ങളും മറ്റ് ആഭരണങ്ങളുമെല്ലാം അഴിച്ച് നീക്കം ചെയ്തതിന് ശേഷവും മാമോദിസ ഏൽക്കണം. പ്രശ്നമായല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇതൊരു ട്രഡിഷനാണല്ലോ, ഇത് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ട്രഡിഷനാണല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമില്ല, തെർത്തുല്യം പഠിപ്പിച്ചു. അപ്പോൾ എൻ്റെ സഭയിൽ ഞാൻ തീരുമാനിച്ചു, ഒരാളിനെ പോലും എന്തു ചെയ്യത്തില്ല, ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തത്തില്ല.